ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തേക്കുന്നതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ വൈകി വന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, നമ്മളൊരു ബുക്കിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഈ ബുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും, നിങ്ങൾ ഇവിടെ വന്ന് കളക്ട് ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കുക, ഇതിൽ വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാ ടൈപ്പും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയായിരിക്കും? മൾട്ടിപ്പിൾ ചോയ്സ്, പിന്നെ എങ്ങനെയാ അസേർഷൻ, റീസൺ, പിന്നെ കേസ് സ്റ്റഡി അല്ലെ, ആ ടൈപ്പ് ഓഫ് പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ പരമാവധി കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ക്വിക്ക് റിവിഷനും ഉണ്ടാവും കേട്ടോ. അപ്പോ ഒന്ന് ഇത് കളക്ട് ചെയ്യണം, അതാണ് ആദ്യം പറഞ്ഞത്. അപ്പോ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തതിന്റെ കണ്ടിന്യൂഷനിലേക്ക് വരാം അല്ലെ. സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് അല്ലെ. സ്ട്രക്ചർ ഓഫ് ആറ്റം എത്ര പേർക്ക് കംപ്ലീറ്റ് ചെയ്തു സ്കൂളിൽ? സ്ട്രക്ചർ ഓഫ് ആറ്റം കംപ്ലീറ്റ് ആയി. ഏത് ചാപ്റ്റർ തുടങ്ങി? ഈ 2 ചാപ്റ്റേഴ്സ് അല്ലാതെ ആർക്കെങ്കിലും എക്സ്ട്രാ എടുത്തിട്ടുണ്ടോ? ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരും പറയണം കേട്ടോ. ഓർത്തോ, അർജുൻ ഉണ്ട്, ബ്രിജി, അമൽ, ക്രിസ് അല്ലെ. അപ്പോ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. നമുക്ക് ഇന്ന് ലാസ്റ്റ് ക്ലാസിന്റെ കണ്ടിന്യൂഷനിലേക്ക് പോകാം. ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ആദ്യത്തെ ഏരിയ ഒക്കെ എന്തായിരുന്നു? തോംസൺ മോഡൽ ഓഫ് ആറ്റം. പിന്നെ എന്തായിരുന്നു? റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. അത് കഴിഞ്ഞിട്ടുള്ള ഏരിയ ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്. പിന്നെ എന്തൊക്കെയായിരുന്നു എടുത്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഇത് ഇതിനു മുമ്പത്തെ ക്ലാസ് ആണ്. ആക്ച്വലി ലാസ്റ്റ് ക്ലാസ്സിൽ ഇവിടെ നിന്ന് തൊട്ടാണ് നമ്മൾ പറഞ്ഞത്. എന്തായിരുന്നു? മെയിൻ ആയിട്ട് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എടുത്തു അല്ലെ, ഓർത്തു നോക്കുക. പിന്നെ സ്പെക്ട്രം എടുത്തു, സ്പെക്ട്രം അല്ലെ, ഓർത്തു നോക്കുക. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എടുത്തു, അതിന്റെ ചെറിയ പോസ്റ്റേഷൻസ് ഒക്കെ എഴുതി വരുന്നത്. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് എഴുതിയതാണ് ലൈമൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്, പീഫൺ. ഓർത്തു നോക്കാം. അങ്ങനെ വരുന്ന ഹൈഡ്രജൻ സ്പെക്ട്രം ആണ് എഴുതിയത്. വേറെ എന്തെങ്കിലും എഴുതിയതല്ലേ? ഇല്ല. ഓർത്തു നോക്കാം. ആ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്ന സമയത്ത് അത്രയും കൺസെപ്റ്റ് ആണ് എഴുതിയത്. ഓക്കെ, നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന സമയത്ത് കെ എന്ന് പറയുന്ന ഒരു ഷെൽ, ആ ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺസ് ഏത് പെർട്ടിക്കുലർ റീജിയനിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ നിന്ന് തിരിച്ച് അവിടെ തന്നെ ആയിരിക്കും വരുന്നത്. ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൈമൻ. ലൈമൻ എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നത്? കെ. അവിടെ ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ലെവൽ എന്തായിരിക്കും? ബാൽമർ അല്ലെ. ബാൽമർ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് എങ്ങനെ വരും ഇലക്ട്രോൺസ്? അപ്പൊ അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യും എന്നുള്ളതാണ്. ഐഡന്റിഫൈ ചെയ്യുന്ന എന്തായിരുന്നു? അതിൽ നിന്ന് വരുന്ന റേസ് ബേസ് ചെയ്തിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ഇപ്പൊ ഒരു 2 പോയിന്റ്സ് എഴുതാം, അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലിയർ ചെയ്ത് തരാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എഴുതി, ഡ്യുവൽ ബിഹേവിയർ കംപ്ലീറ്റ് ചെയ്തു, ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ അല്ലെ, ഓർത്ത് നോക്കാം. ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ കേട്ടോ. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയേക്കുന്ന ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ, അതിന്റെ താഴെ നമ്മൾ പേര് എഴുതിയേക്കുന്ന സീരീസുകൾ ഓർത്ത് നോക്കുക. എന്തൊക്കെയായിരുന്നു അത് പഠിക്കാൻ വേണ്ടിയിട്ട് എഴുതിയ ഒന്ന് പറഞ്ഞേ. ലൈമൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്, പീഫൺ. ഇത്രയാണ് എഴുതിയത് കേട്ടോ. ഓർത്ത് നോക്കിന്റെ താഴെ എഴുതി എഴുതി. വെൻ ആൻ ഇലക്ട്രിക് ഡിസ്ചാർജ്, അത് എഴുതിയോ? വെൻ ആൻ ഇലക്ട്രിക് ഡിസ്ചാർജ് ഈസ് പാസ് ത്രൂ തന്നെ എഴുതിയോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. എഴുതിയല്ലേ? അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ എഴുതിയേക്കുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എഴുതിയതാണ് ആക്ച്വലി വരുന്നത്. Then next point എഴുതി വെച്ചോ. The hydrogen spectrum consists of several series of lines. The hydrogen spectrum consists of several series of lines. Named after their discoveries. ഓക്കെ, ഇതിൽ നിന്ന് വരുന്ന ഒരു ഇക്വേഷൻ ആണ് വേവ് നമ്പർ ന്യൂ ബാർ ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് ഇതിന്റെ താഴെ. വേവ് നമ്പർ ന്യൂ ബാർ ഈക്വൽ ടു ഒരു റെഡ്ബർഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഉണ്ട് 0.9677. ഓർത്ത് നോക്കുക, ഇതാണ് റെഡ്ബർഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ദെൻ ഇത് ഇൻറ്റു 1/n1 സ്ക്വയർ അല്ലെങ്കിൽ
2 സ്ക്വയർ മൈനസ് 1/n സ്ക്വയർ കേട്ടോ. ഓർത്തോ, ഇത് 2 ആക്കണ്ട, അത് ബാൽമർ സീരീസിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി വരുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ n1 സ്ക്വയർ കേട്ടോ ഓർത്ത് നോക്കാം മൈനസ് n2 സ്ക്വയർ. ഇതൊക്കെ എന്താന്ന് പറഞ്ഞുതരാം കേട്ടോ ഓർത്ത് നോക്കാം. ഒന്ന് എഴുതി വെച്ചു. ഇതൊക്കെ എന്താന്ന് പറഞ്ഞുതരാം, നിങ്ങൾ ഒന്ന് സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കുക. അല്ലെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ കൺസെപ്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റുകൾ ആദ്യം എഴുതുക കേട്ടോ. ഓക്കെ, റിഡ്ബർഗ് കോൺസ്റ്റന്റ് RYDBERG കേട്ടോ. ഈ കോൺസ്റ്റന്റ് പേരാണ് RYDBERG, റിഡ്ബർഗ് കോൺസ്റ്റന്റ്. ആ വാല്യൂ ആണ് കേട്ടോ റിഡ്ബർഗ് കോൺസ്റ്റന്റ്. രണ്ടെണ്ണം ഉണ്ട് റിഡ്ബർഗ് കോൺസ്റ്റന്റ്. ഇത് ഫ്രീക്വൻസി വേവ് നമ്പറിൽ നിന്ന് വരുന്നതാണ് ആക്ച്വലി വരുന്നത്. വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ 1/λ കേട്ടോ, ന്യൂ ബാർ 1/λ. അതിനെ ബേസ് ചെയ്തിട്ടാണ് റിഡ്ബർഗ് കോൺസ്റ്റന്റ് വരുന്നത്. വേറൊരു ഇക്വേഷൻ ഉണ്ട്, കുറച്ച് കഴിയുമ്പോൾ എനർജി ഓഫ് nth ഓർബിറ്റിൽ അവിടെ വരുന്ന -2.18 × 10⁻⁻18. അതും റിഡ്ബർഗ് ആണ്, അത് എനർജിയാണ് ഓർത്ത് നോക്കാം. ഇതെന്താണ്? വേവ് നമ്പർ ആണ് അല്ലേ, ഓർത്ത് നോക്കാം. ഡിഫറൻസ് ഉണ്ടാവും. ഇത്ര എഴുതിയല്ലോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിളും കൂടി എഴുതി കഴിഞ്ഞിട്ട് കൺസെപ്റ്റ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ എടുത്ത് എഴുതുക കേട്ടോ. ഈ n1 എന്ന് പറഞ്ഞാൽ എന്താ? ഷെല്ല്, നമ്പർ ഓഫ് ഷെൽസ് കേട്ടോ ഓർത്ത് നോക്കാം. ഡൗട്ടുള്ള ആൾക്കാർ ഒന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ ഓർത്ത് നോക്കാം. ഓർത്ത് നോക്കാം n കേട്ടോ ഓർത്ത് നോക്കാം. k ആയത് 1 ആവും കണ്ടോ. l കണ്ടോ ഓർത്ത് നോക്കാം. n = 1 കണ്ടോ. 2 3 KLMN 4 കേട്ടോ ഓർത്ത് നോക്കുക. ഇത് n1 എന്ന് പറയുമ്പോൾ ഇത് n1 n2 എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ m-ലാണെന്ന് പറഞ്ഞാൽ n എത്രയായിരിക്കും? 3 കണ്ടോ. അപ്പൊ 3 സ്ക്വയർ മൈനസ് ഇത് 4-ലാണെങ്കിൽ എന്ത് വരും കണ്ടോ, 4 സ്ക്വയർ അങ്ങനെ വരും കേട്ടോ ഓർത്ത് നോക്കാം. ഷെൽസ് ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ ഓർത്ത് നോക്കാം. അപ്പോ n = 1 ആണെങ്കിൽ k, n = 2 ആണെങ്കിൽ 2 കേട്ടോ ഓർത്ത് നോക്കാം. ഇതെന്താ ഡിഫറെന്റ് ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ ഓർത്ത് നോക്കാം. ഇത് ഫസ്റ്റ് ഫ്ലോർ ആണെന്ന് കരുതുക, ഈ സെക്കൻഡ് ഫ്ലോർ തേർഡ് ഫ്ലോർ അങ്ങനെയാണ് ആക്ച്വലി വരുന്നത്. അപ്പോ താൻ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ജമ്പ് ചെയ്തു, അപ്പൊ എന്ത് പറ്റും? കാലൊടിയും കേട്ടോ ഓർത്ത് നോക്കാം. ഇനി ഏറ്റവും വലിയ 10th ഫ്ലോറിൽ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ശരിയാവും അല്ലെ ഓർത്ത് നോക്കാം. ആ എനർജി ഡിഫറൻസ് ആണ് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ, അത് കണ്ടെത്താനാണ് ആക്ച്വലി വരുന്നത്. ഓക്കെ, വേവ് നമ്പർ കേട്ടോ, ആ ഡിഫറൻസ് ആണ് ആക്ച്വലി വരുന്നത്. കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്കിവിടെ വരുന്നൊരു ടേബിൾ ആണ്, സീരീസ് ഓഫ് സ്പെക്ട്രത്തിന്റെ ടേബിൾ ആണ് ആക്ച്വലി. അപ്പൊ ഈ n1 n2 എന്തൊക്കെയാണെന്ന് അപ്പോ ക്ലിയർ ചെയ്ത് മനസ്സിലാവും കേട്ടോ ഓർത്ത് നോക്കാം. ടേബിളിലേക്ക് കൊണ്ടുപോകാണ് നമുക്ക്. ചോട്ടെ അങ്ങോട്ട് ടേബിൾ എന്ന് പറയണം കേട്ടോ. ഇതുപോലെ കോളമാണ് വരുന്നത്. ഇതിൽ ആദ്യത്തേതാണ് ലൈമൻ. ലൈമൻ എന്ന് പറഞ്ഞാൽ ഈ n1 എന്ന് പറയുന്നത് ആദ്യം 1-ലായിരിക്കും. n2 എന്ന് പറയുമ്പോൾ 2, 3, ഇങ്ങനെ anyone മനസ്സിലായി. 1 ൽ നിന്ന് 3, 1 ൽ നിന്ന് 2 അങ്ങനെ ആയിരിക്കും പോകുന്നത്. ഇപ്പോൾ ഇവിടെ വരുന്ന റീജിയൻ എന്ന് പറയുന്നത് UV ആണ്, അൾട്രാ വയലറ്റ് ആണ്. UV അൾട്രാ വയലറ്റ് വേവ് ആണ് UV. ലൈമൻ കഴിഞ്ഞ അടുത്തത് ബാൽമർ. ബാൽമറിൽ വരുന്ന സമയത്ത് 2, 3, 4, 5 എക്സെട്ര. ഇവിടെ വരുന്ന വിസിബിൾ റീജിയൻ ആണ് ആക്ച്വലി വരുന്നത്. വിസിബിൾ റീജിയൻ ലൈമർ, ബാൽമർ. അത് കഴിഞ്ഞാൽ വരുന്നത് പാഷൻ ആണ് ആക്ച്വലി.
passion. 3, the 4, 5, etc. ഇവിടെ വരുന്ന IR ആണ്, ഇൻഫ്രാറെഡ്. ഇൻഫ്രാറെഡ് വേവ്സ് കേട്ടോ. ഇൻഫ്രാറെഡ് ഫുൾ ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം. പാഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ബ്രാക്കറ്റ് ആണ്. ആക്ച്വലി രണ്ട് ടി ആണ് KL. 2 ടി ഉണ്ട് ഇതിന് കേട്ടോ. ബ്രാക്കറ്റ്. ഇതും IR ആണ്. നെക്സ്റ്റ് വരുന്ന പി ഫണ്ട്. എടുത്ത് എഴുതാം കേട്ടോ. ലയമൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്, പി ഫണ്ട്. ഈ ടേബിളെ ആകെ പഠിക്കാനുള്ളൂ, ഇതിനെ ക്വസ്റ്റ്യൻ ഉള്ളൂ. ഈ കൺസെപ്റ്റ് എന്താണെന്ന് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം, ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർക്കും. അതുപോലെ ലാസ്റ്റ് ക്ലാസ് ഇവിടെ നിന്നൊക്കെ ഉള്ള ഒരു കണക്ഷനൊക്കെ നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ടും ക്ലിയർ ചെയ്ത് തരാം. ഇൻഫ്രാറെഡ് കേട്ടോ. ഇൻഫ്രാറെഡ് റേ. IR ഇൻഫ്രാറെഡ് റേ. IR ഇൻഫ്രാറെഡ് റേ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കാണാനോ അങ്ങനെ എന്തെങ്കിലും വിഷ്വലി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓർത്ത് നോക്കാം. ക്ലിയർ ഒക്കെ ചിലപ്പോൾ വരാം. അപ്പോൾ ഒരാൾക്ക് കാണുന്ന പോലെ ആയിരിക്കില്ല വേറെ ആൾക്ക്. അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എടുത്തേക്കണം. ഞാൻ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും എന്തായാലും. അങ്ങനെ ഫസ്റ്റ് ചാപ്റ്ററിനേക്കാളും കുറച്ചും കൂടി കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് പോവാം കേട്ടോ. ഓക്കെ, ഇത് എഴുതിയോ? ഇത്രയും പേരെ ഓക്കെ, ക്ലിയർ അല്ല? എഴുതിയിട്ട് മതി കേട്ടോ. കൺസെപ്റ്റ് ഒന്നിലേക്ക് വരാം. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ അതേ കഥ തന്നെയാണ് ആക്ച്വലി വരുന്നത്. നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് മോഡൽ ഓഫ് ആറ്റംസുകളാണ് ആക്ച്വലി കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. മോഡൽ ഓഫ് ആറ്റംസ് ആണ്, പക്ഷെ അവിടെ നിന്ന് നമുക്ക് എടുത്തു പോകണം അല്ലേ? ഓക്കെ, കൺസെപ്റ്റിലേക്ക് വരാം. നമ്മൾ ഒരു ആറ്റം ആണ്, ഒരു പെർട്ടിക്കുലർ ആറ്റം എടുത്തു. ആ ആറ്റത്തിലേക്ക് എനർജി കൊടുക്കും. എന്തിനാ എനർജി കൊടുക്കുന്നത്? നമ്മൾ പഠിച്ച ഏതൊക്കെയായിരുന്നു? തോംസൺ മോഡൽ, റുദർഫോർഡ് മോഡൽ, ബോർ മോഡൽ അല്ലെ? ഓർത്ത് വെക്കാം. ബോർ പറയുന്നു, ലാസ്റ്റ് ക്ലാസ്സിൽ ശ്രദ്ധിക്കണോട്ടെ, ഈ കൺസെപ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒന്നും മനസ്സിലാവില്ല. കുറെ റിഡ്ബർഗ് കോൺസ്റ്റന്റ് അത് ഇത് കുറെ ഇവര് കാണാതെ പഠിക്കും. ഞാൻ പഠിച്ചത് എന്താന്ന് കുറച്ച് ആളൊക്കെ ചോദിച്ചു, ഒന്നും ഐഡിയ കിട്ടില്ല. അപ്പൊ ക്ലിയർ ആയിട്ട് കൺസെപ്റ്റിലേക്ക് വരാം. ബോർ പറഞ്ഞു, ഒരു ആറ്റം എടുത്താൽ ആറ്റത്തിൽ K എന്ന് പറയുന്ന ഒരു ഷെൽ ഉണ്ട്. അത് കഴിഞ്ഞാൽ എന്തുണ്ട്? L ഉണ്ട്. അത് കഴിഞ്ഞാൽ M. അങ്ങനെ ഷെൽസുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ അല്ലെ? നോർമലി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, ബോർ അത് പോയി കണ്ടോ നിങ്ങൾ? അവിടെ ഉണ്ടോ? അത് എങ്ങനെയാണ്? ഞങ്ങൾക്കും കൂടി കാണണം. അങ്ങനെ പറയൂലേ? ഓർത്ത് വെക്കാം. അപ്പൊ ആ ബോർ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു? അതാണ് ചെയ്തത്. ബോർ ഒരു ഹൈഡ്രജൻ എടുത്തു. ആ ഹൈഡ്രജനിലേക്ക് കുറച്ച് ഇലക്ട്രിക് ഡിസ്ചാർജ്. അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഒന്ന് വായിച്ചത് ഉറക്കനെ. ബുക്കുള്ള ആൾക്കാർ വേഗം വായിച്ചു. അവിടെ സ്റ്റോപ്പ് ചെയ്തോ. ഗേഷ്യസ് ഹൈഡ്രജനിലേക്ക് ഇലക്ട്രിക് ഡിസ്ചാർജ് എനർജിയാണ് കൊടുക്കുന്നത്. ആ എനർജി കൊടുത്ത സമയത്ത് ആ ഹൈഡ്രജനിൽ നിന്ന് പെർട്ടിക്കുലർ വേവ്സുകൾ എമിറ്റ് ചെയ്തു. മനസ്സിലായി? പെർട്ടിക്കുലർ വേവ്. ആ വേവ് വിസിബിൾ ആണെങ്കിൽ ആ സയന്റിസ്റ്റ് എന്ത് പറയും? ശ്രദ്ധിക്കും. വിസിബിൾ ആണെങ്കിൽ ആ സയന്റിസ്റ്റ് പറഞ്ഞു, ആ ഇലക്ട്രോൺ നിൽക്കുന്ന സെക്കൻഡ് ഷെല്ലിലാണ്. ആ ഇലക്ട്രോൺ നിൽക്കുന്ന എന്താ? സെക്കൻഡ് ഷെൽ. ഐഡിയ മനസ്സിലായി? സെക്കൻഡ് ഷെൽ. നെക്സ്റ്റ് IR ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസി നിങ്ങൾക്ക് പറയുന്നില്ല. മനസ്സിലായി? IR ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസി ആണെങ്കിൽ അത് ഏതിലാണ്? പാഷൻ അല്ലെ? നിങ്ങൾ FM റേഡിയോ നോക്കുന്ന സമയത്ത് അല്ലെ 91.8 കിട്ടിയാൽ റേഡിയോ മാംഗോ. ഇനി വേറൊരു റേഡിയോ ആണെങ്കിൽ എന്തായിരിക്കും അടുത്ത് അല്ലെ? എല്ലാം റേഡിയോ ഫ്രീക്വൻസിയാ. അപ്പൊ അതേപോലെയാണ് ഈ IR ആണെങ്കിൽ കണ്ടോ, ഓർത്തു. വേറെ ഫ്രീക്വൻസി മാറിക്കഴിഞ്ഞാൽ അത് ഏതാണ്? 4. അടുത്ത എന്തായിരിക്കും? 5. ഇങ്ങനെ ആ സയന്റിസ്റ്റ് പ്രൂവൺ ചെയ്യാണ്. ഒരു ആറ്റത്തിലേക്ക് ഓരോ ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുത്ത സമയത്ത് അതിൽ നിന്ന് വരുന്ന വേവ് അനുസരിച്ചിട്ടാണ് നമ്മൾ വരുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക് അല്ലെ, അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഇത് എങ്ങനെയാ നിങ്ങൾ കാണുമ്പോൾ എങ്ങനെയാ ഐഡന്റിഫൈ ചെയ്യുന്നത്? അതില്
ECG എടുക്കും അല്ലെ? ECG കണ്ടാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവോ? ഇല്ല, ഡോക്ടേഴ്സിനെ അറിയാം, ഓ ഈ ഹൈറ്റ് ഉണ്ട്. അതുപോലെയാണ് ആക്ച്വലി ഈ സയന്റിസ്റ്റ് പറഞ്ഞു UV ആണെങ്കിൽ ആ ഇലക്ട്രോൺ എവിടെയായിരിക്കും? ഷെൽ K. അത് കഴിഞ്ഞാൽ എന്താണ് അടുത്ത ഷെൽ? ഇങ്ങനെ റീജിയൻ ഉണ്ടെന്ന് സയന്റിസ്റ്റ് പ്രൂവൺ ചെയ്തത് എന്ത് എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ്? ഈ പറയുന്ന ഹൈഡ്രജൻ സ്പെക്ട്രം. ഈ എക്സ്പെരിമെന്റ് പേരെന്തായിരുന്നു? അല്ലെ, ഹൈഡ്രജൻ സ്പെക്ട്രം. അപ്പൊ ഹൈഡ്രജൻ സ്പെക്ട്രം വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ടെക്സ്റ്റ് ബുക്കിൽ കാണിക്കുന്ന ഒരു ഫിഗർ ഉണ്ട്. ആ ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കൊന്നും വേണ്ട, പക്ഷെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ സൈഡിൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം, ആ കൺസെപ്റ്റ് ഒന്ന് കൊണ്ടുവരാം. ഒരു ആറ്റത്തിന് ന്യൂക്ലിയസ് ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യാം. ന്യൂക്ലിയസ് കേട്ടോ, ഓർത്ത് നോക്കാം. ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ്, ഇതാണ് ന്യൂക്ലിയസ്. ഇതിൽ ഫസ്റ്റ് ഇങ്ങനെയാണ്, റൗണ്ട് പോലെയൊക്കെയാണ് മൈൻഡിൽ ഉണ്ടാവുക. ഇത് ഫസ്റ്റ് ലെവൽ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? K. ഫസ്റ്റ് ലെവൽ K. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ലെവൽ എന്തായിരിക്കും? L. ഇതാണ് L. കണ്ടോ, ഓർത്ത് നോക്കാം. K കഴിഞ്ഞാൽ L. L കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരിക്കും? M. ഓർത്ത് നോക്കാം. അടുത്ത എന്തായിരിക്കും? N. ഓർത്ത് നോക്കാം. ഇനി ഇത് K എന്ന് പറഞ്ഞാൽ N = എത്രയായിരിക്കും? 1. L എന്ന് പറഞ്ഞാൽ N = 2. ഇത് N = 3. Then ഇതെന്തായിരിക്കും? N = 4. ഇനി കെയിൽ ഒരു ഇലക്ട്രോൺ നിൽക്കുകയാണ്. ഇവിടെ ഒരു കെയിൽ ഇലക്ട്രോൺ നിൽക്കുകയാണ് എന്ന് ഇമാജിൻ ചെയ്യാം. കെയിൽ ഇലക്ട്രോൺ നിൽക്കുകയാണ്. ആ ഇലക്ട്രോൺ എത്ര ഹൈറ്റിൽ പോയാലും എവിടെ തന്നെ തിരിച്ചെത്തും? അവിടെ തന്നെ തിരിച്ചെത്തും. ഓക്കെ, ഓർത്തു വെക്കുക. ഇപ്പൊ ഇയാളുടെ കയ്യിൽ ഒരു സ്റ്റോൺ ഉണ്ട്, ബോൾ ഉണ്ടെന്ന് കരുതുക. ഇമാജിൻ ചെയ്യാം. ആ ബോൾ എടുത്ത് ഇങ്ങനെ മുകളിലേക്ക് എറിയാണ് ആക്ച്വലി. എന്നിട്ട് നേരെ വെർട്ടിക്കലാണ്, തന്റെ കൈ തന്നെ വരില്ലേ? അല്ലെ? ഓർത്തു നോക്കുക. എന്തുകൊണ്ട് കൈ തുളച്ച് താഴേക്ക് പോകില്ല? വാട്ട് ഇസ് റീസൺ? കൈ പെനിട്രേറ്റ് ചെയ്ത് താഴേക്ക് പോകാത്ത റീസൺ എന്തായിരിക്കും? ഫോഴ്സ് മാത്രമല്ല, എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്? എക്സിസ്റ്റ് ചെയ്യാൻ കാരണം എന്താ? അവിടെ ഒരു ബാരിയർ ഉണ്ട് അല്ലെ? ശരിയല്ലേ? ഒരു ബാരിയർ ഉണ്ട്. ആ ബാരിയർ ഉള്ളതുകൊണ്ടാണ് അവിടെ നിന്നത്. അതർവൈസ് അത് താഴേക്ക് പോകും. ഓർത്തു നോക്കാം. ഇനി നിങ്ങൾ ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. ആക്ച്വലി നിങ്ങൾ എല്ലാവരും ഗ്രൗണ്ടിൽ നിന്നിട്ട് ഒരു ബോൾ ആണെന്ന് കരുതുക, ഇലക്ട്രോൺ. ആ ഇലക്ട്രോൺ കുറച്ച് എനർജി നിങ്ങൾ കൊടുത്ത, കൈയുടെ എനർജി, മസിലിന്റെ എനർജി കൊടുക്കുന്നത്, മുകളിലേക്ക് പോകും, വെർട്ടിക്കലി പോയിട്ട് ആ ഗ്രൗണ്ടിൽ തന്നെ അല്ലേ വെക്കുക. അത് പെനിട്രേറ്റ് ചെയ്ത് താഴെ പോയി എർത്തിന്റെ ന്യൂക്ലിയസിന് ഇടിച്ച് തകർക്കോ? ഇല്ല. അതുപോലെയാണ് പറയുന്നത്, ഇത് ന്യൂക്ലിയസ് ആണ്. ഇവിടെ ഒരു ഇലക്ട്രോൺ എത്ര മുകളിലേക്ക് എറിഞ്ഞാലും എവിടെ തന്നെ വന്ന് വീഴും? എവിടെ തന്നെ വീഴും? ഇപ്പൊ ഇത് കണ്ടോ, മുകളിലാണ്. ഇത് ഇവിടുന്ന് എവിടെ തന്നെ വീഴും? അവിടെ അല്ലെ? ഓർത്ത് നോക്കാം. ദെൻ ഈ ലെവൽ വരെ പൊന്തി, എന്നാലും എവിടെ തന്നെ വീഴും? കണ്ടോ? ഓർത്ത് നോക്കാം. ഇവിടുന്ന് അടുത്ത ഈ ലെവൽ കൊണ്ടുവന്നു. ഈ ലെവല് എവിടെ വന്നാലും ഇത് തന്നെ വരും. അതുകൊണ്ട് ഈ റീജിയൻ എന്ന് പറയുന്നത് UV ആണ്. അപ്പൊ UV ലൈറ്റ് വന്നാൽ ആ സയന്റിസ്റ്റ് പറയും ഇലക്ട്രോൺ എക്സിസ്റ്റ് ഇൻ എ K ഷെൽ, N = 1. കണ്ടോ? ഇതാണ് ഇനി എഴുതുന്നത്. N = 1. അവിടെ നിന്ന് എവിടെയൊക്കെ പോവാം? 2, 3, 4, 5. എത്ര ഹൈറ്റിൽ വന്നാലും എവിടെ തന്നെ വീഴും? മനസ്സിലായി? നിങ്ങൾ ഗ്രൗണ്ടിൽ ഇരിക്കുകയാണ്. ഞാൻ ഗ്രൗണ്ടിൽ നിന്നിട്ട് ഒരു ബോൾ വേർട്ടിക്കലി എത്ര ഹൈറ്റിലേക്ക്, എന്താണ് 10 എത്ര ഹൈറ്റ്, 10 ഫീറ്റ് അല്ലെങ്കിൽ 10 മീറ്റർ എത്ര പോയാലും അവിടെ തന്നെ വീഴും. എന്തുകൊണ്ടാ? ഗ്രാവിറ്റി അട്രാക്ട് ചെയ്യുന്നു. ബാരിയർ എർത്താണ് ആക്ച്വലി. ഇനി നെക്സ്റ്റ് L എന്ന് പറഞ്ഞാൽ അവിടെ ഓർത്ത് നോക്കുക. ഈ ബിൽഡിങ്ങിന്റെ മുകളിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ഒരു റബ്ബറിന്റെ ബോളാണ്. എത്ര ഹൈറ്റിലേക്ക് എറിഞ്ഞാലും എവിടെ തന്നെ വീഴും? താഴ്ന്നു പറഞ്ഞാൽ ബിൽഡിങ്ങിന്റെ മുകളിൽ തന്നെ 180 അല്ല 90 ഡിഗ്രി അവിടെ നിന്ന്. മനസ്സിലായി? നേരെ മുകളിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോകുന്നത് എവിടെ തന്നെ വീഴും? ഗ്രൗണ്ടിൽ വീഴോ? ഇല്ല, അവിടെ തന്നെ വീഴും. ഐഡിയ മനസ്സിലായി? അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? അടുത്തതാണ്. ഇവിടെ നോക്കുക. ഇവിടുന്ന് ഏത് ഹൈറ്റിൽ പോയാലും എവിടെ തന്നെ തിരിച്ചു വീഴും. കണ്ടോ? ഇവിടുന്ന് എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ ആണ്. ഈ ഇലക്ട്രോൺ എത്ര ഹൈറ്റിൽ പോയാലും അവിടെ തന്നെ തിരിച്ചു വരും. അതാണ് ഈ സയന്റിസ്റ്റ് കണ്ടെത്തിയത്. അങ്ങനെ വന്നാൽ അതിന് ബാൽമർ, വിസിബിൾ ലൈറ്റ് പുറത്തേക്ക് വരും. ഇങ്ങനെയാണ് സയന്റിസ്റ്റ് ഓരോ റീജിയൻ ഉണ്ടെന്ന് തെളിയിച്ചത്. മനസ്സിലായി? ഓരോ റീജിയൻ ഉണ്ടെന്ന് തെളിയിച്ചത്. ഐഡിയ മനസ്സിലായി? പുറത്ത് നോക്കാം. എന്ന് പറഞ്ഞ ഇപ്പൊ ഇവിടുന്ന് ഒരു ബോൾ എറിയുന്നു, ഇവിടെ നിൽക്കുന്നു. അതിന്റെ കാരണം എന്താ? ഏതാ? കുറെ ഉണ്ടാവുമല്ലോ. 5 അല്ലല്ലോ, 6, 7, 8 ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ എവിടെ തന്നെ വീഴുള്ളൂ? 2 തന്നെ. ഐഡിയ മനസ്സിലായി? പുറത്ത് 2 തന്നെ. ഇത് 2, 3 കഴിഞ്ഞിട്ട് എന്താ ഡോട്ട് 2ഉം 3ഉം ആണല്ലോ. 4, 5, 6 ഇൻഫിനിറ്റി. അത് തന്നെയാണ് ചെയ്തേക്കുന്നത്. മനസ്സിലായി? ഒരു ഫ്രെയിമിനെ എത്ര മുകളിൽ പോയാലും അവിടെ തന്നെ വീഴും. ഐഡിയ മനസ്സിലായി? എന്തുകൊണ്ടാണ് അവിടെ തന്നെ വീഴുന്നത്? അതൊരു ബാരിയർ ആണ് ആക്ച്വലി വരുന്നത്. അപ്പോ ഈ ഓർത്ത് നോക്കുക, ഈ ബിൽഡിങ്ങിന്റെ മുകളിലാണ് ആ ബോൾ വരുന്നത്. നിങ്ങൾക്ക് ആ ബോള് ഗ്രൗണ്ടിലേക്ക് എത്തിക്കണം. എന്ത് ചെയ്യണം? അല്ലെ, ഒന്ന് പുറത്തിറങ്ങാം. അല്ലാതെ ഞാൻ നിന്ന് അതേ പൊസിഷനിൽ ഇപ്പൊ ഇവിടെ ഒരു ബോളാണ്, വേണമെങ്കിൽ എന്ത് ചെയ്യണം? പെനിട്രേറ്റ് ചെയ്യണം. അല്ലെ? പെനിട്രേറ്റ് ചെയ്യണ്ടേ? എനർജി കൊടുത്തിട്ട്. അതാണ് ബ്രേക്ക് ചെയ്യണേ. അങ്ങനെയാണ് ആറ്റം പൊട്ടിക്കണേ കേട്ടല്ലേ?
ബോംബ്, ആറ്റം ബോംബ് കേട്ടല്ലേ? ആറ്റത്തിന് എന്ത് ചെയ്യും? ഈ ബാരിയേഴ്സും എല്ലാം എന്ത് ചെയ്യും? പൊട്ടിക്കും. അത് പൊട്ടിക്കാൻ പറ്റിയ എനർജി ഉണ്ടാക്കാൻ പറ്റും, മനസ്സിലായി? അതുകൊണ്ട് കുറെ തിയറികളും ബബിൾ തിയറിയും ഹൈപ്പോത്തിസിസ് കണ്ടമാനം വന്നിട്ടുണ്ട്. ഇത് എങ്ങനെ പൊട്ടിക്കാൻ പറ്റി കഴിഞ്ഞു? ഈ ബാരിയേഴ്സ് പൊട്ടിക്കാൻ പറ്റി അതിൽ നിന്ന് എനർജി റിലീസ് ചെയ്യും, മനസ്സിലായി? അത്രയ്ക്ക് എനർജി റിജിഡ് ആണ്. ഐഡിയ മനസ്സിലായി? ഓർത്ത് നോക്കാം. അങ്ങനെ പ്രൂവൻ ചെയ്യാനായിട്ട് ആർക്ക് പറ്റി? ബോർ. മനസ്സിലായി? അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് പെട്ടെന്ന് വെറുതെ യു വി എന്തിനോ പഠിക്കുന്നു, യു വി ഡി പി അങ്ങനെയൊക്കെ, അതല്ല ഓർത്ത് നോക്കുക. ഈ സയന്റിസ്റ്റ് KLMN ഷെൽസ് പ്രൂവൻ ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്ന തിയറി ഓഫ് കൺസെപ്റ്റ് ആണ് കേട്ടോ. ഓർത്ത് നോക്കുക. അതെ കണ്ടോ, അവിടെ പറയാന്ന് പറയുന്നു ഫുൾ. ഓക്കെ, വേഗം പറഞ്ഞു. ഏതൊക്കെ സീരീസാ? ഇത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ട്. പറഞ്ഞു. ലൈമൻ, ബാൽമർ, ആദ്യത്തെ ആളല്ലേ, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ലൈമൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്, പിഫണ്ട്. ഓക്കെ, ഇത് തന്നെ ഇവിടെ. ഇനി ഇതിന്റെ ട്രിക്ക് ഇത്രേ ഉള്ളൂ. ലൈമൻ 1 K ആണ് കേട്ടോ. ലൈമൻ കഴിഞ്ഞാൽ ബാൽമർ എന്തായിരിക്കും? 2 കണ്ടോ? L. അത് തന്നെ ഐഡിയ. അത് കഴിഞ്ഞാൽ പാഷൻ എന്തായിരിക്കും? 3. അപ്പൊ N1 എല്ലാം 1 2 3 4 5 വരെ. മറ്റേതെന്തായിരിക്കും? 1 ആണെങ്കിൽ മറ്റേ 2 ആൻഡ് സംതിങ്. ഏറ്റവും ലാസ്റ്റ് 5 ആണെങ്കിൽ മറ്റേതെന്തായിരിക്കും? 6 ഓൺവേർഡ്സ്. കണ്ടോ? ഓർത്ത് നോക്കാം. അങ്ങനെ ലോജിക്കലി കിട്ടും. അത് തന്നെ, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി പഠിക്കേണ്ടത് ഫസ്റ്റ് ലൈമൻ എന്ത് കളേഴ്സ് ആണ് ആക്ച്വലി അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന സ്പെക്ട്രം ഓഫ് ലൈൻസ്. ആ സ്പെക്ട്രം ഓഫ് ലൈൻ എന്തായിരിക്കും? UV. സെക്കൻഡ് എന്താണ്? ബാൽമർ വിസിബിൾ റീജിയൻ. അപ്പോ ഒരു ആറ്റത്തിൽ നിന്ന് വിസിബിൾ റീജിയൻ വന്നാൽ അത് ഒബ്വിയസ്ലി സെക്കൻഡ് ഷെൽ ആയിരിക്കും. സെക്കൻഡ് ഷെൽ എന്തായിരിക്കും? L. കേട്ടോ, ഓർത്ത് നോക്കാം. സെക്കൻഡ് ഷെൽ L ആയിരിക്കും. ക്ലിയർ ആയിട്ട് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓർത്ത് നോക്കാം. ചോദിച്ചു ഇല്ല? ഇത് വിസിബിൾ സ്പെക്ട്രം. വിബ്ജിയോ, നമ്മുടെ വയലറ്റ്, ഗ്രീൻ, ഇൻഡിഗോ, അത് വരും. IR കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. നമ്മളെങ്ങനെ റേഡിയോ സിഗ്നൽസ് ഇവിടെ ഉണ്ടാവും നോക്കണേ. മെത്തേഡ് ഉണ്ട് ഇഷ്ടം പോലെ. ഇത് ഒന്ന് നമ്മൾ ഫ്ലൂറൻസൻസ് പോലത്തെ ഉള്ള ഇതുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് ഇപ്പൊ ഒരു റേഡിയോ എങ്ങനെയാ ട്രാൻസ്മിഷൻസ് ഇല്ലേ, അത് പിന്നെ ട്രാൻസ്മിറ്റേഴ്സ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓർത്ത് നോക്കാം. ഇപ്പൊ താൻ ഇവിടെ ഇരുന്നിട്ട് ഒരു റേഡിയോ വെച്ചിട്ട് എല്ലാവർക്കും വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും ഇവിടെ പിടിക്കാനാണ് IB ഫുൾ ഈ ഇതിൽ ഉള്ള എല്ലാവരും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് എപ്പോഴും ഉണ്ടാവും, മനസ്സിലായി? റഡാസ് വെച്ചിട്ട്. അല്ലെങ്കിൽ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ? ഓൾട്ടർനേറ്റീവ് ഫോണൊക്കെ ഉണ്ടാക്കാം അല്ലെ? ഈ അടുത്തിട്ട് പിടിച്ചിരുന്നു അങ്കമാലി, അറിഞ്ഞല്ലേ അല്ലെ? എല്ലാവരും പിടിച്ച് IB കൊണ്ടുപോയി. അവർ ചെയ്ത് ഇത്രേ ഉള്ളൂ. പുറം രാജ്യങ്ങളിലേക്ക് ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് റേഡിയോ സ്റ്റേഷൻ ഉണ്ടാക്കി. നമുക്കും ഉണ്ടാക്കാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സിമ്പിൾ പരിപാടി ആക്ച്വലി കേട്ടോ. ഓർത്ത് നോക്കാം. പക്ഷെ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഓർത്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഒന്ന് പറഞ്ഞുതരാം. പറഞ്ഞു കഴിഞ്ഞാല് ഈ മൊബൈൽ ഫോൺ ഇല്ലേ, മൊബൈൽ ഫോൺ എടുക്കണമെങ്കിൽ മൊബൈൽ ഫോൺ ഉണ്ടാക്കിയേക്കുന്ന കമ്പനി ടവർ വെച്ചിട്ടില്ലേ, ആ ടവർ വെച്ച് അതിൽ ഒരു വേവ് എടുക്കണതിന് 10,000 കോടി രൂപയാണ് ഗവൺമെന്റ് കൊടുക്കണ്ടേ. ഗവൺമെന്റ് ജീവിക്കണ്ടേ? ഇതൊക്കെ വെച്ച് റോഡൊക്കെ ഉണ്ടാക്കണ്ടേ? അതിന് കൊടുത്തേക്കുന്ന സ്പെക്ട്രം ലേലം നടത്തി കൊടുത്താണ്. അപ്പൊ തനിക്ക് അതുപോലെ ഒരു വേവ് വേണമെങ്കിൽ എത്ര കൊടുക്കണം? അത്ര ഏകദേശം അത്രയൊക്കെ വരും ഓൾ ഇന്ത്യ ചെയ്യണമെങ്കിൽ. അങ്ങനെയാണ് ജിയോ അല്ലെങ്കിൽ മറ്റേ എയർടെൽ അവരൊക്കെ വെക്കുന്നത്. ആക്ച്വലി അവരുടെ ആ മെഷീനറിക്കല്ല, ആ ഒരു കോൺട്രാക്ടിനാണ് പേയ്മെന്റ് വരുന്നത്, മനസ്സിലായോ? ഗവൺമെന്റ് കൊടുക്കണം ആക്ച്വലി വരുന്നത്. നല്ല അവർക്ക് ഗവൺമെന്റ് അങ്ങനെയൊക്കെയാണ് ഇൻകം ഉണ്ടാക്കുന്നത് ആക്ച്വലി വരുന്ന സമയത്ത്. ഏതാ? അല്ല, അവർക്ക് പ്രോഫിറ്റ് ഉണ്ട്. താൻ ഉപയോഗിക്കുന്നതിന് ഒറ്റ പൈസ അവർക്ക് തരുന്നില്ല. ഏതാ? വെറുതെ ആയിരിക്കും ഇത്രയും പൈസ കൊടുത്തിട്ടും അവർ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവര് നമുക്ക് ഫേവർ ചെയ്യാനായിട്ട് നിൽക്കുവോ ബിസിനസ്സുകാര്? അങ്ങനെ പറ്റുമോ അവർക്ക്? ദാറ്റ്സ് കേട്ടോ. ഓർത്ത് നോക്കാം. അതിനേക്കാളും 10 times ബെനിഫിഷ്യൽ ആയിട്ടുള്ളതാണ്. പക്ഷെ അതൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഏരിയ ആണ് ആക്ച്വലി. ഒരാൾക്ക് ഒരു പേഴ്സണ് തുടങ്ങാൻ പറ്റാവുന്നതാണോ? അല്ല ആക്ച്വലി വരുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ വന്നേക്കുന്ന ആദ്യത്തെ കമ്പനികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. BPL, എറിക്സൺ, അതെല്ലാം പുറം രാജ്യങ്ങളാണ് ആക്ച്വലി വരുന്ന സമയത്ത്. ഇവിടെ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരാൾ എയർടെൽ അവരൊക്കെ പുറത്തുനിന്ന് വന്നേക്കുന്നതാണ് കേട്ടോ. ഓർത്ത് നോക്കാം. എനിവേ, നമുക്ക് ഇതിലേക്ക് വരാം. അപ്പൊ ഓർത്തു നോക്കാം, ഈ പറയുന്ന സ്പെക്ട്രൽ ലൈനിൽ നിന്ന് ബോർ എന്ത് കണ്ടെത്തിയപ്പോ? ബോർ മോഡൽ ഓഫ് ആറ്റം കണ്ടോ. ഓർത്തു നോക്കാം. ഇങ്ങനെയുള്ള ബാരിയേഴ്സ് ഒക്കെ ഉണ്ടെന്ന് ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് ആ ബോർ മോഡലിലെ പോസ്റ്റേഷൻസ് കറക്റ്റ് ഓർഡറിൽ എഴുതണം കേട്ടോ. ഓർത്തു നോക്കാം. നെക്സ്റ്റ് ഹെഡിങ് ആയിട്ട് എഴുതുക കേട്ടോ. ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹെഡിങ് എഴുതി നോക്കുക. ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം.
ഇതിലേക്ക് ഏകദേശം ഒരു 6 or 7 മെയിൻ പോയിന്റ്സ് ഉണ്ട് പോസ്റ്റേഷൻസ് ആയിട്ട്. 1, 2, 3 ആയിട്ട് ഓരോ പോസ്റ്റേഷൻസും കറക്റ്റ് ആയിട്ട് ഭംഗിയായിട്ട് എഴുതി പോകണം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക, ബോർ മോഡൽ കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, the electron in the hydrogen atom, the electron in the hydrogen atom, the electron in the hydrogen atom can move, the electron in the hydrogen atom can move around the nucleus, the electron in the hydrogen atom can move around the nucleus in a circular path, around the nucleus in a circular path. എവിടെ വരെ എഴുതി? the electron in the hydrogen atom can move around the nucleus, around the nucleus in a circular path, in a circular path, circular path of fixed radius, fixed radius and energy. അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഫിക്സഡ് റേഡിയസ് ആൻഡ് എനർജി അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ഫുൾ സ്റ്റോപ്പ്. These paths are called orbits. These paths are called orbits. These paths are called orbits. That's the first point. These paths are called orbits. Then second point. Second point. Next line. Next line is second point. The energy of an electron, the energy of an electron in the orbit, the energy of an electron in the orbit does not change with time, does not change with time. The energy of an electron in the orbit does not change with time, does not change with time. Next, third point. Next point, the frequency of radiation, the frequency of radiation, third point, the frequency of radiation absorbed, the frequency of radiation absorbed or emitted when transition occur between two stationary state, I repeat here. The frequency of radiation absorbed or emitted when transition occurs between two stationary state, stationary state that differ in energy by delta E. Delta E. Delta Y. Two stationary state that differ in energy by delta E. By delta E.
ഡെൽറ്റ ഇ കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോ ഇതില് നമ്മൾ ആദ്യം പറയുന്ന ഓർത്തോ ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ഓർ അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് അല്ലെ. ഇതിനു മുമ്പ് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ ഇ ഈക്വൽ ടു എന്തായിരുന്നു? എച്ച് ന്യൂ. ഓർമ്മയുണ്ടോ? ഡെൽറ്റ ഈക്വൽ ടു എച്ച് ന്യൂ. അപ്പൊ ന്യൂ ഈക്വൽ ടു എന്ത് വരും? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എനർജി, ഇ എന്ന് പറഞ്ഞാൽ എന്താ? എനർജി. എവിടെ മനസ്സിലായി? ഓർത്ത് വെക്കാം. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ എനർജി. ഇ എന്താണ്? എനർജി. രണ്ടിനും ഒരേ ഇക്വേഷൻ വരിക. അവിടെ ഓർത്ത് വെക്കാം, ഒരേ ഇക്വേഷൻ. അപ്പൊ എച്ച് ന്യൂ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഏതായിരുന്നു? പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്നാണ് ഈ ഇക്വേഷൻ വന്നത്. ന്യൂ ഈക്വൽ ടു എന്ത് വരും? ന്യൂ ഈക്വൽ ടു എന്ത് വരും? എച്ച് ബൈ ഡെൽറ്റ ഇ ബൈ എച്ച്. കേട്ടോ, ഓർത്ത് വെക്കാം. ഡെൽറ്റ ഇ ബൈ എച്ച്. എന്താ ഈ ഡെൽറ്റ ഇ? ഡെൽറ്റ ഇ എന്ന് പറഞ്ഞത് ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് ഇതിലേക്ക് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഈ ബിൽഡിങ്ങിന്റെ താഴെ നിന്ന് അടിയിലേക്ക് എത്തണം അല്ലെ, കുറച്ച് എനർജി കൊടുക്കണം, ഇത് പൊട്ടിക്കണം അല്ലെ, എന്നാലേ എത്തുള്ളൂ. ആ ഡിഫറൻസ് ആണ് മനസ്സിലായി. ആ ബാരിയർ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഡിഫറൻസ് ആണ് എന്താ? ഡെൽറ്റ ഇ എന്ന് പറയുന്നത്. മനസ്സിലായി? ആ എനർജി അല്ലെ, ഒരു പെർട്ടിക്കുലർ എനർജി കൊടുക്കാതെ എനിക്ക് പറ്റുമോ അല്ലെ? ആ എനർജി ഡിഫറൻസ് ആണ് ആക്ച്വലി ഡെൽറ്റ ഇ എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും അത്? E2 മൈനസ് E1. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് E2 മൈനസ് E1 ആണ്. അപ്പൊ E2 മൈനസ് E1 ഡിവൈഡഡ് ബൈ എച്ച്. കേട്ടോ, ഒന്ന് എഴുതി വെച്ചു. ഇത്ര ഒന്ന് എടുത്ത് എഴുതണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഈ ന്യൂന് പകരം എൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതും റൈറ്റ് ആണ്, അവർ വെറുതെ പറയുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഫ്രീക്വൻസി തന്നെയാണ് ആക്ച്വലി. അപ്പൊ രണ്ട് റൈറ്റ് ആണ് ആക്ച്വലി. ഡെൽറ്റ ഈക്വൽ ടു എച്ച് ന്യൂ, ന്യൂ ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച്, E2 മൈനസ് E1. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എന്നാണ് ആക്ച്വലി വരുന്നത് കേട്ടോ, ഡിഫറൻസ് ഇതാണ് ആക്ച്വലി വരുന്നത്. അപ്പൊ ഇനി എല്ലാ സ്ഥലത്തും എവിടെ കണ്ടാലും ഡെൽറ്റ കണ്ടാൽ എന്തായിരിക്കണം? ഡിഫറൻസ് ഇൻ കേട്ടോ. എനർജിക്കാണെങ്കിൽ എനർജി, ഫ്രീക്വൻസിക്കാണെങ്കിൽ വരുന്നത്. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി നമ്മൾ എന്ത് എഴുതും? ഡെൽറ്റ വി. ഡെൽറ്റ വി കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ ചേഞ്ച് ഇൻ പൊസിഷൻ ഡെൽറ്റ എക്സ് ഇതിൽ വരുന്നുണ്ട് ആക്ച്വലി കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രയാങ്കിൾ പോലത്തെ സൈൻ കൊടുക്കുക. ഓക്കെ, അത്ര. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് കേട്ടോ, ഫോർത്ത് പോയിന്റ്. അപ്പൊ ഈ ഇക്വേഷൻ എഴുതണം കേട്ടോ. എല്ലാവരും എഴുതിയോ? ഫോർത്ത് പോയിന്റിലേക്ക് വരാം. ദ ആംഗുലർ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ, the angular momentum of an electron is quantized എന്ന് പറഞ്ഞ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. is quantized QUANTISED quantized QUANTISED quantized എന്ന് പറഞ്ഞാൽ ക്വാണ്ടം എന്ന് പറയുന്ന സമയത്ത് പാക്കറ്റ് ഓഫ് എനർജി എന്നാണ് ആക്ച്വലി പറയുന്നത്. അപ്പോ ഫിസിക്സിൽ അല്ലെ, ഫിസിക്സ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു ഏരിയ ആണ് ആക്ച്വലി വരുന്നത്. അപ്പോ ഇവിടെ ഓർത്തു വെക്കുക, അത് നമ്മൾ ഓൾറെഡി ആംഗുലർ മൊമെന്റത്തിലേക്ക് വരികയാണ്. എന്താണ് മൊമെന്റം? മൊമെന്റം ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മാസ് ഇൻറ്റു വെലോസിറ്റി. മൊമെന്റം പഠിച്ചിട്ടില്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മാസ് ഇൻറ്റു വെലോസിറ്റി. വലിയ ബോൾ എറിയുമ്പോഴും അല്ലെ, ചെറിയ ബോളിന്റെ കഥ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫിസിക്സിലുള്ളതാണ് ആക്ച്വലി. മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് എന്താ? മൊമെന്റം. അപ്പൊ മാസ് ഇൻറ്റു വെലോസിറ്റി മൊമെന്റം ആണെന്ന് അറിയാം. അപ്പോ നിങ്ങളൊന്ന് മൂവ് ചെയ്യാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? മൊമെന്റം ഉണ്ട്. നിങ്ങൾക്ക് മാസും ഉണ്ട്, മൊമെന്റം ഉണ്ട് അല്ലെ, വ്യൂ ഉണ്ട്. അപ്പോ ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും? സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാം, മനസ്സിലായി? അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് കറങ്ങിയാൽ അതെന്താണ്? ആംഗുലർ മൊമെന്റം കേട്ടോ, ഓർത്ത് നോക്കുക. ഒരു പെർട്ടിക്കുലർ എന്താണ് അല്ലെ, റിപ്പീറ്റേഷൻ ആയിട്ട് ഒരു R ഉണ്ടാവണം, റേഡിയസ് ഉണ്ടാവണം. അപ്പോ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി. ഇങ്ങനെ ഒരു റൗണ്ടിൽ കറങ്ങിയാൽ അതിന് എന്ത് വരും? എന്തുണ്ടാവും? എന്തിലായിരിക്കും കറങ്ങുന്നത്? മിഡിലിൽ നിന്ന് ഒരു സാധനം വരില്ലേ, അതിനകത്ത് വിളിക്കാം റേഡിയസ്. അപ്പോ ആംഗുലർ മൊമെന്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? MVR കേട്ടോ, ഓർത്ത് നോക്കാം. M എന്താണ്? മാസ്. V എന്തായിരിക്കും? വെലോസിറ്റി. അപ്പൊ മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലെ മൊമെന്റം. ആംഗുലർ മൊമെന്റം എന്ന് പറയുമ്പോൾ ഇൻറ്റു എന്ത് വരും? R കൂടി വരും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ MVR വെച്ചിട്ടാണ് ആ ഇക്വേഷനിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇക്വേഷൻ എഴുതിക്കോ കേട്ടോ. MVR കേട്ടോ, ഓർത്ത് നോക്കാം. MVR ഈസ് ഈക്വൽ ടു N into H by 2 pi. 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 N is equal to 1, 2, 3, etc. നമ്മൾ നേരത്തെ കണ്ട N തന്നെ കേട്ടോ, ഓർത്തോ. ഇത് കണ്ടോ,
അപ്പോ റേഡിയസ് കണ്ടോ അവിടെ MVR അല്ലെ, ഇത് വരുമ്പോൾ ഇത് 1 ഇട്ട് കൊടുക്കും, ഇതിലാണെങ്കിൽ 2 കണ്ടോ ഓർത്ത് നോക്കാം, ഇതിലാണ് 3. അപ്പൊ റേഡിയസ് ഇത് കൂടും അല്ലെ, ഓർത്ത് നോക്കാം. മാസ് ഇതനുസരിച്ച് സർക്കംഫറൻസ് കൂടുന്ന പോലെ അത് കൂടും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇതാണ് വരുന്നത്, ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഇങ്ങനെ നിൽക്കും. ഓക്കെ, ഇങ്ങനെ ഒന്ന് ഓർത്ത് നോക്കാം. ഇതിനോട് ഒരു സ്റ്റേറ്റ്മെന്റ് ഈ അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. ഇപ്പൊ എത്ര പോയിന്റ് ആയി? 4 പോയിന്റ് അല്ലേ വന്നേക്കുന്നത്? 4 അല്ലെ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് ഒന്ന് എഴുതി വെച്ചോ. Radiation is emitted or absorbed. Next point. പറയാലോ, കുഴപ്പമില്ല. Radiation is emitted or absorbed only when transition of electron take place. Radiation is emitted, അടുത്ത പോയിന്റ് ആണ് കേട്ടോ. Radiation is emitted or absorbed only when transition of electron takes place from 1 ONE കേട്ടോ, from 1 ONE, 1 quantized value QUANTISED, quantized value of angular momentum to another, angular momentum to another. നമ്മൾ ആ 1 2 3 കൊടുത്തില്ലേ, ഒരെണ്ണം 1 കഴിഞ്ഞാൽ അടുത്തത് 2 അല്ലെ, അങ്ങനെ വരുന്ന അതേ പോയിന്റ് തന്നെയാണ് ഒന്നും കൂടി ക്ലിയർ ചെയ്ത് എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ ഓർത്ത് വെക്കാം. അപ്പൊ നമ്മൾ ഈ പറയുമ്പോൾ ഈ എനർജിയിൽ വരുന്ന വേരിയേഷൻ ആണ് ആക്ച്വലി വരുന്നത്. അപ്പോ ഈ ലെവലിലുള്ള എനർജി ആയിരിക്കും ഇതിന് ഉണ്ടാവുന്നേ? അല്ല, ഇവിടെ എത്തുമ്പോൾ എന്ത് പറ്റും? എനർജി മാറും അല്ലെ, ഓർത്ത് വെക്കാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഫിസിക്സിൽ ഒരു കാര്യമാണ്, നിങ്ങൾ ഹൈറ്റ് കൂടുന്തോറും എനർജി എന്ത് ചെയ്യും? ആണോ? കൂടും. എന്താ ഇക്വേഷൻ? mgh. ഫിസിക്സിൽ പഠിക്കുന്നതല്ലേ? മാസ്, ജി എന്താ? ഗ്രാവിറ്റേഷൻ ഡ്യൂ ടു അല്ലെ വെലോസിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ h എന്താ? ഹൈറ്റ്. നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് ഫ്ലോറിനേക്കാളും അല്ലെ സെക്കൻഡ് ഫ്ലോറിൽ വരുമ്പോൾ എന്ത് പറ്റും? എനർജി കൂടും. അതുപോലെയാണ് ഈ കെയിലുള്ള ഇലക്ട്രോണിന്റെ എനർജി ആയിരിക്കും എല്ലിന്. അത് കണ്ടെത്താൻ ഈ സയന്റിസ്റ്റ് കണ്ടെത്തി. ആര് കണ്ടെത്തി? ബോർ. വെറുതെ ഒന്നുമല്ല ബോർ വരുന്നത്. ബോർ ഇതൊക്കെ വെച്ചിട്ട് ഈ കിട്ടിയേക്കുന്ന എക്സ്പെരിമെന്റ് ഒക്കെ വെച്ച് കഷ്ടപ്പെട്ട് ഈ ലെവലില് ഇലക്ട്രോൺ, അടുത്ത ലെവലിലെ ഇലക്ട്രോൺ, അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുന്നത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് ഒന്ന് എഴുതി വെച്ചോ. നെക്സ്റ്റ് പോയിന്റ്, energy of electron in its stationary state എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. ആദ്യം ഒരു ജനറൽ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതി വരുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന അടുത്ത ഇതിലേക്ക് വരാം കേട്ടോ, ഓർത്ത് നോക്ക്. En equal to minus 2.18 into 10 raised to minus 18 z square by n square. ഇതാണ് ഇക്വേഷൻ. ഇതിനൊന്ന് ബോക്സിലൊക്കെ ആക്കി വെക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് ജൂൾ ആറ്റം ആണ്, ആക്ച്വലി ജൂൾ ആറ്റം കേട്ടോ. ഒന്ന് എടുത്തു വെച്ചേ ഇക്വേഷൻ. ഇസഡ് ആറ്റമിക് നമ്പർ കേട്ടോ. എൻ എന്തായിരിക്കും? നമ്പർ ഓഫ് ഷെൽ കേട്ടോ, ഓർത്ത് നോക്കാം. എൻ നമ്പർ ഓഫ് ഷെൽ. എൻ നമ്പർ ഓഫ് ഷെൽസ് കേട്ടോ, അടുത്തെഴുതണം കേട്ടോ.
Z ആറ്റമിക് നമ്പർ ആണ് കേട്ടോ. ആറ്റമിക് നമ്പർ എടുത്തെഴുതണം കേട്ടോ. ആറ്റമിക് നമ്പർ. N എന്തായിരിക്കും? നമ്പർ ഓഫ് ഷെൽസ്. ഷെൽസ് എങ്ങനെ വരും? 1 2 അല്ലെ 3 എക്സെട്ര അല്ലെ. 1 എന്ന് പറഞ്ഞ ഏത് ഷെല്ലാ? K L M കണ്ടോ ഓർത്ത് നോക്കാം. അപ്പൊ ചിലപ്പോൾ ഈ ഷെല്ലിന്റെ പേരൊക്കെ തരുള്ളൂ. ഓക്കെ, ഇതിന് ക്വസ്റ്റ്യൻ വരുന്നത് E കണ്ടോ ഓർത്ത് നോക്കാം. ഇലക്ട്രോൺ കേട്ടോ ഓർത്ത് നോക്കാം. ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ഉണ്ട്. K ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിന്റെ എനർജി എത്രയായിരിക്കും? അല്ലെങ്കിൽ എന്താണ് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ? അങ്ങനെ ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങൾ ആൻസർ എഴുതാം? ഇലക്ട്രോണിന്റെ എനർജി എവിടെയാ? ഇലക്ട്രോൺ എവിടെയാ നിൽക്കുന്നത്? ഹൈഡ്രജന്റെ. ഹൈഡ്രജൻ K എന്ന് പറയുമ്പോൾ N എത്രയായിരിക്കും അതിന്? 1. അപ്പൊ E1 ഈക്വൽ ടു കണ്ടോ ഓർത്ത് നോക്കുക. അപ്പൊ ഹൈഡ്രജന്റെ നോക്കാം നമുക്ക്. E1 ഈസ് ഈക്വൽ ടു എങ്ങനെയായിരിക്കും ആൻസർ? -2.18 into 10⁻⁻18. ഹൈഡ്രജന്റെ ഇസെറ്റ് എത്രയാ? 1. ഹൈഡ്രജൻ ഫസ്റ്റ് അല്ലേ ആറ്റമിക് നമ്പർ? 1/1 സ്ക്വയർ അല്ലെ. 2 1 ആണ് ആക്ച്വലി. 1 സ്ക്വയർ 1 സ്ക്വയർ. അപ്പൊ എത്രയായിരിക്കും വരുന്ന ആൻസർ? 1.18 into 10⁻⁻18. അത്രയും ജൂൾ കേട്ടോ. പെർ ആറ്റം ആണ്. അത് ജൂൾ എന്ന് എഴുതിയാലും മതി. കണ്ടോ ഓർത്ത് നോക്കാം. അങ്ങനെയാണ് E2 ആണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ചെയ്യാം? E2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Kയിലല്ല Lലാണ് ആ ഇലക്ട്രോൺ. മനസ്സിലാ? Lൽ നിൽക്കുന്ന സമയത്താണ് എങ്കിൽ എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും അത് നോക്കുക. 18 into Z എന്ത് തന്നെയാ? ആറ്റമിക് നമ്പർ എന്ത് തന്നെയാ? 1 ആണ്. മാറോ? ഇല്ല. 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ N2 അല്ലേ. അപ്പൊ എന്ത് കൊടുക്കും? 2 സ്ക്വയർ എത്രയാ? 4. കണ്ടോ ഓർത്ത് നോക്കാം. 4 ടൈം അല്ലെ. അപ്പൊ ആ ഡിഫറൻസ് കണ്ടോ? 1/4 ടൈം ഡിഫറൻസ് ഉണ്ടാവും. അടുത്ത എത്ര ടൈം ഉണ്ടാവും? 3 സ്ക്വയർ എന്ന് പറയുമ്പോ 9. 1/9 കണ്ടോ ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. വാട്ട് ആർ ദി ഡിഫറൻസ് ഓഫ് ദി E1 ആൻഡ് E2 ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം കേട്ടോ, അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ കണ്ടെത്തണം കേട്ടോ. ഇത്രയും പേര് എടുത്തെഴുതുക കേട്ടോ. എക്സാമ്പിൾ എന്ന് പറഞ്ഞു എഴുതണം കേട്ടോ. എക്സാമ്പിൾ ഹൈഡ്രജൻ. എക്സാമ്പിൾ ഹൈഡ്രജൻ ആറ്റം. എക്സാമ്പിൾ ഹൈഡ്രജൻ ആറ്റം ഓർത്ത് നോക്കുക. ഇലക്ട്രോൺ ഇൻ ഫസ്റ്റ് ഷെൽ കേട്ടോ ഓർത്ത് നോക്കുക. ഇലക്ട്രോൺ ഇൻ ഫസ്റ്റ് ഷെൽ N = 1 കേട്ടോ ഓർത്ത് നോക്കുക. N = 1. എക്സാമ്പിൾ കേട്ടോ. എന്ത് എഴുതണം? എക്സാമ്പിൾ ഹൈഡ്രജൻ ആറ്റം N = 1 എന്നിട്ട് E1 = 3 എഴുതാം. ദെൻ N = 2. N = 2 ആണെങ്കിൽ എത്രയായിരിക്കും എനർജി? കണ്ടോ ഓർത്ത് നോക്കാം. ഈ സയന്റിസ്റ്റ് വളരെ ഭംഗിയായിട്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു എന്നിട്ട് കണ്ടെത്തി. പക്ഷെ ഇതിന്റെ ഒരു എന്താണ് ഡീമെറിറ്റ് പറയുന്നത്, ഇത് ഹൈഡ്രജൻ അതുപോലെയുള്ള ഹീലിയം അതുപോലെയുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. ഹയർ എലമെന്റ്സിന് ഇത് ആപ്ലിക്കബിൾ ആയിരുന്നില്ല കേട്ടോ ഓർത്ത് നോക്കാം. അതാണ് പിന്നീട് ഫെയിലിയർ നമ്മൾ പഠിക്കുന്നത്. അതിൽ തന്നെ ആയിരിക്കും. ലൈഫ് തന്നെയാണ് മാറ്റി വെക്കുന്നത് ഓൾമോസ്റ്റ് മിക്ക സയന്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. ഇതെല്ലാം ഭയങ്കര പാഷനോടുകൂടി ചെയ്യുന്നതാണ് ആക്ച്വലി. ബാക്കിയുള്ള ബെനിഫിറ്റ് ഒക്കെ വേറെയാണ് ആക്ച്വലി. അവർക്ക് അത് കണ്ടെത്തി കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമില്ലേ. നിങ്ങളൊരു സ്പോർട്സ് ഇല്ലേ, ഇന്ന് ഇന്ത്യ ഇതുണ്ട് കേട്ടോ ഓർത്ത് നോക്കാം. ആ ഫൈനലിൽ കിട്ടുമ്പോ അല്ലെ, ആ ഫൈനലിൽ അയാള് സക്സസ് ആകുന്നു, അപ്പൊ കിട്ടുന്നൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അല്ലെ. ഒന്നാലോചിച്ച് നോക്കാം. ഇനി എന്ന് ശ്രദ്ധിച്ചറിഞ്ഞാൽ തന്നെ ഇപ്പൊ വലിയ താരങ്ങളെ അല്ലാതെ വളരെ ഇതിപ്പോ സഞ്ജു സാംസൺ എടുക്കുക. പുള്ളിക്ക് അത് കഴിഞ്ഞിട്ട് പിന്നീട് പതിലേക്ക് അല്ലെ, അതായിരിക്കും അയാളുടെ ലാസ്റ്റ് എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷെ എത്രയോ വർഷങ്ങളായിട്ട് അതിന്റെ പുറകെ നിൽക്കണം അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ്. ഈ സയൻസ് സ്പോർട്സ് അതുപോലെയുള്ള ചില ഏരിയാസ് ഒക്കെ അങ്ങനെയാണ്. നമ്മൾ കുറെ ഹാർഡ് വർക്ക് ചെയ്യും, കുറച്ച് ലക്കും അല്ലെ. ആ കുറച്ചൊരു കറക്റ്റ് പേര് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടും. ഓർത്തോ ഇതില് 12th അതല്ല പിന്നെ അതല്ല ഇപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഏതെങ്കിലും ഒരു ഇൻവെൻഷൻ പേരെടുത്ത് വരുന്നത് വളരെ കുറവാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഭയങ്കര കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലാണ്. അപ്പൊ ഇപ്പൊ എല്ലാ ആൾക്കാരും ചെയ്യുന്നത് സയന്റിഫിക് ലാബുകളാണ് ആക്ച്വലി വരുന്നത്. സയന്റിഫിക് ലാബ് ഇവിടെ ഇന്നത്തെ ഗവൺമെന്റ് അത്ര ഇത് ചെയ്യുന്നില്ല. അല്ലാതെ പുറം രാജ്യങ്ങളിലെല്ലാം സയന്റിഫിക് ലാബുകൾ വരുന്നതാണ് ആക്ച്വലി വരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പൊ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നതല്ലേ. അതുപോലെ അത് ഇവിടത്തെ സ്റ്റാർട്ടപ്പ് എല്ലാം IT ഓറിയന്റഡ് ആണ് ആക്ച്വലി. കാരണം പുറത്ത് ഇതാണെന്നുള്ളതാണ്. അല്ലാതെ പുറം രാജ്യങ്ങളിലൊക്കെ എന്ത് പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നതെല്ലാം എന്താണ് ഈ എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടെത്തുന്നത്
എല്ലാം നോർമലി കൊണ്ടുവരുന്നത് ഗ്രൂപ്പ് ഓഫ് ടീം ആയിരിക്കും. മനസ്സിലായി? ഇപ്പോൾ ഇയാളിപ്പോൾ ഒരു ടീമാണെങ്കിൽ ഫിസിക്സ് ആണ്, നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പ് ചേർന്നിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ആ ലാബിന്റെ പേരിൽ അല്ലെങ്കിൽ ആ ഇതിന്റെ പേരിലായിരിക്കും പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻ നടക്കുന്ന ഒരു ഫീൽഡാണ് ആക്ച്വലി AI അല്ലെ? ഓർത്ത് നോക്കാം, എയുടെ പുതിയൊരാളുണ്ട് അല്ലെ? ആ ആള് എത്ര പേരെ വെച്ചേക്കുന്നത് ആ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട്? എത്ര വർഷമായി? മെറ്റ എത്ര വർഷമായി? ഒരു 8-10 വർഷമായി അതിന്റെ വർക്ക് തുടങ്ങിയേക്കുന്നത്. ഇപ്പോഴും അതിന്റെ പ്രൊഡക്റ്റും ഇതും. അപ്പൊ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് എല്ലാം അതുപോലെയാണ്. അപ്പൊ അത്രയും ഗ്രൂപ്പാണ് ആക്ച്വലി, അത്രയും ഗ്രൂപ്പ് ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യണേ. മനസ്സിലായി? അതാണ് ഇപ്പോഴത്തെ രീതി. പണ്ട് അങ്ങനെയല്ല, ഒരു സയന്റിസ്റ്റ് അയാളെ കുത്തിയിരുന്ന് ചെയ്യും, ആരോടും പറയുമില്ല, അങ്ങനെ 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 ചെയ്ത് ലൈഫ് അതിൽ തന്നെയായിരിക്കും. കേട്ടോ? ഓക്കെ അല്ലേ? അപ്പോ ആദ്യത്തെ പോസ്റ്റേഷൻസ്, ഫസ്റ്റ് പോസ്റ്റേഷൻ ഒന്ന് പറഞ്ഞു നോക്കിയേ, സിമ്പിൾ ആയിട്ട് പറ, എല്ലാത്തിനും ഷോർട്ട് ചെയ്ത് കൊണ്ടുപോയേ അല്ലെ? എന്തായിരുന്നു? പോസിറ്റീവ് ചാർജ്, ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ റിവോൾവ് അറൌണ്ട് ഇൻ എ സർക്കുലർ പാത്ത് അല്ലെ? അവിടെ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്തു, എന്തായിരുന്നു? ഫിക്സഡ് റേഡിയസ് അല്ലെ? ആൻഡ് എനർജി. ആ വേർഡ് ഒന്ന് ഓർത്തു നോക്കുക, ദാറ്റ് ഈസ് നോൺ ആസ് ദി ഓർബിറ്റ്. ദെൻ സെക്കൻഡ് പോയിന്റ് നമ്മൾ പറഞ്ഞു, എന്തായിരുന്നു? ടൈമിൽ ചേഞ്ച് ചെയ്യില്ല അല്ലെ? ആ സ്റ്റേഷനറി സ്റ്റേറ്റ് അല്ലെ? ഇത് കുറെ സമയം ഇവിടെ ഇരുന്നിട്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വരുമോ? ഇല്ല. എത്ര ടൈം കഴിഞ്ഞാലും അത് അവിടെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അതിനെ വിളിക്കുന്നത് സ്റ്റേഷനറി ഓർബിറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റില് കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ നമ്മൾ എഴുതി. എന്തായിരുന്നു ആ തേർഡ് പോയിന്റിൽ എഴുതിയത്? അല്ലെ? ഓർത്ത് നോക്കുക, ന്യൂ ഈക്വൽ ടു അല്ലെ ഡെൽറ്റ ഇ ബൈ എച്ച്, അല്ലെങ്കിൽ E2 മൈനസ് E1 ഡിവൈഡഡ് ബൈ എച്ച്. ദെൻ ഫോർത്ത് പോയിന്റ് എത്തിയ സമയത്ത് എന്ത് വന്നു അല്ലെ? ഇത് എഴുതി ക്ലിയർ ആയിട്ട് വരുന്ന സമയത്ത് ദെൻ ഇതിന്റെ താഴെ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് എഴുതി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ വന്നത് അല്ലെ? MVR എഴുതി. അതിനിടക്ക് MVR പറഞ്ഞില്ല. എന്തായിരുന്നു MVR? ഓർത്ത് നോക്കാം, ആംഗുലർ മൊമെന്റം. കേട്ടോ? ഓർത്ത് നോക്കാം, ആംഗുലർ മൊമെന്റത്തിന്റെ 2 പോയിന്റ്സ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ എഴുതാൻ പോകുന്നത് റേഡിയസ് ഓഫ് nth ഓർബിറ്റിലാണ്, RN. അപ്പൊ ഇവിടെ കെയിലൊരു റേഡിയസ് ഉണ്ട്, അത് അതിന്റെ മെഷർമെന്റ് ആണ്. അത് വരുന്നത് 52.9 പൈക്കോമീറ്റർ ആണ് ഫസ്റ്റ് റേഡിയസ് വരുന്നത്. ഇതുപോലെ തന്നെ ഒരു ഇക്വേഷനിലേക്ക് എഴുതാനുണ്ട്, അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതാം. കേട്ടോ? ഓർത്ത് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് എഴുതി വെച്ചു, ദ റേഡിയസ് ഓഫ് ദി സ്റ്റേഷനറി സ്റ്റേറ്റ്. ഈ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ ഓർക്കണ്ടേ? KLMN. കേട്ടോ? ആ സ്റ്റേഷനറി ആണത്. ദ റേഡിയസ് ഓഫ് ദി സ്റ്റേഷനറി സ്റ്റേറ്റ്, the radius of the stationary state are expressed എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഒരു കൊടുത്തിട്ടുണ്ട്. R radius of nth orbital is equal to 52.9 n square by z. ഓർത്ത് നോക്കാം, ഇത് ഒന്ന് ഓർത്ത് വയ്ക്കുക. 52.9 n square by z. ഇത് കിട്ടുന്ന വാല്യൂ PM ആണ്. ചില സ്കൂളുകളിൽ PM ആയിരിക്കില്ല ടീച്ചർ എഴുതരുന്ന, ആങ്സ്ട്രോ ആയിരിക്കും. ചിലതില് ഇതാവും. അപ്പൊ ഇതനുസരിച്ച് ഇതേ ഇവിടെ 52.9 ഒക്കെ തന്നെയായിരിക്കും. PM എന്ന് പറഞ്ഞാൽ പൈക്കോമീറ്റർ. എത്ര വരും? 10⁻⁻12 വരും. മനസ്സിലായോ? ആങ്സ്ട്രോം എന്ന് പറയുമ്പോൾ 10⁻⁻10. അപ്പൊ ആ ഡിഫറൻസ് ഇല്ലേ, 2 ഡിഫറൻസ്, അത് മാറ്റി എഴുതും. അത്രേ ഉള്ളൂ. കേട്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ എല്ലാം സെയിം തന്നെയാണ്. 52.9 എന്ന് പറയുന്നതിന്റെ ഇവിടെ ചേഞ്ച് വരാം. PM-ന് പകരം ആങ്സ്ട്രോം തരാം, നാനോമീറ്റർ തരാം. ഇത് PM പൈക്കോമീറ്റർ. ഇതാണ് ജനറൽ ഇക്വേഷൻ. കേട്ടോ? അപ്പൊ റേഡിയസ് ഓഫ് nth ഓർബിറ്റൽ എന്ന് പറയുന്നതിന്റെ ജനറൽ ഇക്വേഷൻ ആണ് വരുന്നത്. സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നാ കൊടുക്കുന്നത്. ശരിക്കും നിങ്ങൾ മനസ്സിൽ അയാൾ പറഞ്ഞ പോലെ ഓർത്ത് നോക്കണം. എന്തായിരിക്കണം? സ്റ്റേഷനറി ഷെൽ. അതാണ് നല്ലത്. പക്ഷെ എനിക്കത് പറയാൻ പറ്റൂല, കാരണം ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് സ്റ്റേഷനറി സ്റ്റേറ്റ്. നമ്മൾ ശരിക്കും പറയുമ്പോൾ കുറച്ചും കൂടി നല്ലത് എന്താ? ഷെൽ അല്ലെ? അവിടെ ഒരു ബാരിയർ ഒക്കെ തോന്നുന്നത് സ്റ്റേഷൻ സ്റ്റേറ്റ്. കേട്ടോ? അതാണ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. കേട്ടോ? അപ്പോ ഇങ്ങനെ എഴുതി വെച്ചോ. ഇനി നോക്കാം, ഹൈഡ്രജൻ അല്ലേ? ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ഇവിടെയാണ്. അപ്പൊ ഹൈഡ്രജൻ ആണ് എക്സാമ്പിൾ ഒന്ന് എഴുതി വെച്ച എക്സാമ്പിൾ അല്ലെ? ഹൈഡ്രജൻ n = 1 ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ? എത്രയായിരിക്കും ആൻസർ? 52.9. ഇത് 1 ആവും, ഇത് 1 ആവും. അപ്പൊ എന്തായിരിക്കും? ശരിയല്ലേ? 1 തന്നെ, ഇത് തന്നെയല്ലേ? സെയിം തന്നെയല്ലേ വരാം. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇനി എഴുതണമെങ്കിൽ എഴുതിയേക്കാം. ഓക്കെ, അപ്പൊ എന്ത് വരും? ഇത്രയും PM അല്ലേ? ഓക്കെ, 52.9 PM.
ഇനി n2 ആണെങ്കിൽ എത്ര ഡിഫറൻസ് വരാം? n is equal to 52.9 into 2 സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 4 അല്ലേ? ഓർത്ത് നോക്കാം, 4 into 52.9 വരും. ഡൗട്ട് ഉണ്ടോ? n is equal to 2 ആണെങ്കിൽ റേഡിയസ് ഓഫ് അല്ലേ n ഇവിടെ 2 ആണ്, അപ്പൊ 2 കൊടുക്കും. നമ്മൾ is equal to 52.9 into 2 സ്ക്വയർ by 1 കേട്ടോ. ആറ്റമിക് നമ്പർ Z ആറ്റമിക് നമ്പർ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം, അത്രയും PM പൈക്കോമീറ്റർ. എടുത്തെഴുതുക കേട്ടോ. എഴുതിയോ? Then next point കേട്ടോ. ഓർത്ത് നോക്കാം, നെക്സ്റ്റ് പോയിന്റ്. ഇത്രയും മതി കേട്ടോ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ ഉള്ളൂ. നെക്സ്റ്റ് ഇതിന്റെ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ അപ്പം നമ്മൾ അവിടെ ചെയ്യുന്നില്ല, ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചെയ്യാം. അടുത്ത ഹെഡിങ് എഴുതി വെക്കാം, ലിമിറ്റേഷൻ ഓഫ് ബോർ മോഡൽ കേട്ടോ. നെക്സ്റ്റ് ഈ ഇതിനെ മാത്തമാറ്റിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്ന് പറയുന്ന 2 ഡെറിവേഷൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം, അത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പിന്നീട് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻസ് പിന്നീട് ചെയ്യാം. അപ്പൊ ഒന്ന് ടോപ്പിക് മൂവ് ചെയ്യട്ടെ കേട്ടോ. ലിമിറ്റേഷൻ ഓഫ് ബോർ മോഡൽ ഇതിന്റെ ലിമിറ്റേഷനിലേക്കാണ് വരുന്നത്. ഇതില് മെയിൻ ആയിട്ട് വരുന്ന ലിമിറ്റേഷൻ എന്ന് പറയുന്ന ആദ്യത്തെ ഓർത്ത് നോക്കുക, ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റത്തിന് മാത്രമാണ് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ സീരീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നുള്ളൂ. ബാക്കിയുള്ള എലമെന്റുകൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഈ സയന്റിസ്റ്റ് പ്രെഡിക്ട് ചെയ്ത പോലെ ഒന്നും കിട്ടണില്ല. ഇതുണ്ടെന്ന് പ്രൂവൺ ചെയ്തു അത് വെച്ച്, പക്ഷെ ബാക്കിയുള്ളതിൽ വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യാത്ത എന്താണെന്ന് അറിയില്ല, എനിക്ക് ഹൈഡ്രജൻ അറിയാമെന്നുള്ള രീതിയിൽ തന്നെ അവിടെ നിന്നു. അതാണ് ആദ്യത്തെ ഏരിയ വന്നത്. പിന്നെ വന്ന സമയത്ത് രണ്ടാമത്തെ വന്നേക്കുന്ന ഒരു സ്പ്ലിറ്റിംഗ് ഓഫ് ലൈൻ, അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സ്പ്ലിറ്റിംഗ് ഓഫ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ വരുന്ന സമയത്ത്, ഒരു വേവ് വരുന്ന സമയത്ത് ആ വേവ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ എന്താവും? സ്പ്ലിറ്റ് ആവും. അതിനെ വിളിക്കുന്നതാണ് സ്റ്റാർക്ക് എഫക്ട്. എന്താ വിളിക്കുന്നത്? സ്റ്റാർക്ക് എഫക്ട്. ഇനി മാഗ്നറ്റിക് ഫീൽഡിൽ സ്പ്ലിറ്റ് ആവും, അതിനെ വിളിച്ചാണ് സീമൻ എഫക്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ സ്പ്ലിറ്റ് ആയി, മാഗ്നറ്റിക് ഫീൽഡിൽ സ്പ്ലിറ്റ് ആയി. ഇത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആർക്ക് പറ്റിയില്ല? ബോറിന് പറ്റിയില്ല മെയിനായിട്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രശ്നം വന്നു. ഹൈഡ്രജൻ ആണ് ഇപ്പൊ എഴുതിയ ഇത് ഭംഗിയായിട്ട് വരുന്നത്. ഹൈഡ്രജൻ കഴിഞ്ഞാൽ 2 ഹൈഡ്രജൻ ജോയിൻ ചെയ്ത് എന്തുണ്ടോ? H2. അപ്പൊ H2വിന്റെ അകത്ത് എങ്ങനെയായിരിക്കും ഇലക്ട്രോൺ? അത് ചോദിച്ചപ്പോ ആർക്കറിയില്ല, ബോറിന് പറയാൻ പറ്റിയില്ല. മോളിക്യൂളിന് എന്ത് പറ്റും? ആറ്റം കമ്പൈൻ ടു ഫോം മോളിക്യൂൾ. ആ സമയത്ത് ഇലക്ട്രോൺ എന്ത് പറ്റും? അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് 4ാമത്തെ ചാപ്റ്റർ. 4th ചാപ്റ്ററിന്റെ പേരെന്താ? കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. ഇത് നമ്മൾ 4th ചാപ്റ്ററിലാണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോ ഏതാ ഏത് ഈ മോളിക്യൂളിന്റെ ഒരു MOT തിയറി, മോളിക്കുലർ ഓർബിറ്റൽ തിയറി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. വലിയ തിയറിയാണ്, വലിയൊരു പോർഷനാണ് ആക്ച്വലി. ഒരു ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റ് ആണ് അത് വന്നേക്കുന്നത്. ഒരു സയന്റിസ്റ്റ് വരുമ്പോഴാണ് നമ്മളിപ്പോ മാക്സ്വെൽ, സ്ക്രോഡിഞ്ചിയർ എന്നൊക്കെ പറയുന്ന ഒരാളാണ്. മറ്റേ ഗ്രൂപ്പ് വരുമ്പോൾ അത് എന്താണ് വലിയ ഇത് കൊടുക്കില്ല കേട്ടോ. MOT എന്നാണ് തിയറി, മോളിക്കുലർ ഓർബിറ്റൽ തിയറി. അതുപോലെ ഒരു ഹൈബ്രിഡൈസേഷനും ഉണ്ട് ആക്ച്വലി, അതും വാസ്റ്റ് കൺസെപ്റ്റ് ആണ്. 4th ചാപ്റ്ററിലുണ്ട് കേട്ടോ. പുറത്ത് നോക്കാം. അപ്പോൾ നമ്മള് ഈ ലിമിറ്റേഷനിൽ മെയിൻ ആയിട്ട് വരുന്ന ലിമിറ്റേഷൻസ് ആദ്യത്തെ എന്തായിരുന്നു? ഹൈഡ്രജനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. പിന്നെ പറഞ്ഞാണ് സ്റ്റാർക്ക് എഫക്ട് ആൻഡ് സീമൻ എഫക്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സയന്റിസ്റ്റിന് ബുദ്ധിമുട്ട് തോന്നുന്നു കേട്ടോ. അതാണ് എഴുതാൻ പോകുന്നത്. ഒന്ന് എഴുതി വെച്ചു. ഫസ്റ്റ് പോയിന്റ്, എഴുതി വെക്കുക കേട്ടോ. It failed to limitation of Bohr model first point ആണ്. It failed to account for the finer detail of the
ഫൈനർ ഡീറ്റെയിൽ ഓഫ് ദി FINER ആണ് കേട്ടോ. ഫൈനർ ഡീറ്റെയിൽസ് ഓഫ് ദി ഹൈഡ്രജൻ ആറ്റം. ഫൈനർ ഡീറ്റെയിൽസ് ഓഫ് ദി hydrogen atom spectrum. Hydrogen atom spectrum observed by using spectroscopic technique. Spectroscopic technique. Spectroscopic techniques. ഓക്കെ കേട്ടോ, അതാണ് ഫസ്റ്റ് പോയിന്റ്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈമൻ ബാൽമർ എന്നൊക്കെ പറയുന്നതിന്റെ ഇടയിൽ വളരെ ഫൈൻ ആയിട്ടുള്ള ചില വേവ്സുകൾ ഇടയ്ക്ക് വരുന്നുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ പറയുന്ന ആർക്ക് പറ്റിയില്ല, ബോറിന് പറ്റിയില്ല കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അതില് അണ്ടർലൈൻ ചെയ്യുന്നത് ഫൈനർ ഡീറ്റെയിൽ കേട്ടോ, ഓർത്ത് നോക്കാം. ഫൈനർ ഡീറ്റെയിൽ ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രം കേട്ടോ. ആ വേർഡ് ഒന്ന് ഓർത്ത് നോക്കാം കേട്ടോ. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് മൈൻഡിലേക്ക് കിട്ടണം. സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കാം. Bohr model is also unable to explain. Bohr model is also unable to explain. Second point കേട്ടോ. Bohr model is also unable to explain the spectrum of atoms other than hydrogen. Bohr model is also unable to explain the spectrum of atoms other than hydrogen. ഉണ്ടോ, ഹൈഡ്രജൻ വെച്ച് ബാക്കിയുള്ളതൊന്നും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. Then third point. Bohr theory was also unable to explain. Bohr theory was also unable to explain the splitting of spectral lines in the presence of magnetic field. 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 ബ്രാക്കറ്റിൽ എഴുതി വെക്കുക സീമൻ എഫക്ട്. ഓർത്ത് നോക്കുക സീമൻ എഫക്ട്. ഓർത്ത് നോക്കുക സീമൻ എഫക്ട്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓർ an electric field. Or an electric field. Or an electric field within bracket Stark effect. STARK. Stark effect. Stark effect. The next, last point. It could not explain the ability of atom. It could not explain the ability of atom to form molecules by chemical bond. It could not explain the ability of atoms to form molecules by chemical bond. Molecules by chemical bond. Molecules by chemical bond. It could not explain the ability of atoms to form molecules by chemical bond. കേട്ടോ, കെമിക്കൽ ബോണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല അല്ലെ. ഓർത്ത് നോക്കുക. അപ്പൊ പോയിന്റ്സുകൾ കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോ ഇപ്പൊ ഈ പറഞ്ഞ കാര്യമൊക്കെ അതിന്റെ ഒരു എന്താ പറയാ ഡിഫക്റ്റ് ആണ്. ആക്ച്വലി ഒരു പുതിയൊരു കാറ് ഇറങ്ങി കരുതാം. അപ്പൊ അതിന് അല്ലെ
നമ്മൾ മെറിറ്റും അതിന്റെ ഡിസൈനും ഒക്കെ വെച്ച് റിവ്യൂ ഒക്കെ കണ്ടതാണ് അല്ലെ, ഓർത്ത് നോക്കാം. അങ്ങനെ റിവ്യൂ ഒക്കെ വന്നു, അത് ഓക്കെ ആണ്. പക്ഷെ അത് ഫെയിൽ ആണ് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? ഇതിപ്പോ എന്താ പറഞ്ഞേക്കുന്നത്, ബോറിന്റെ ചെറിയ ചെറിയ അല്ലെ ഒരു ഡീറ്റെയിലിംഗ് പോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് ഫെയിൽ ആവണമെങ്കിൽ മെയിൻ കാര്യങ്ങളിൽ പ്രശ്നം തന്നെ അല്ലെ. ഒരു കാറാണ്, ആ കാറിൽ എഞ്ചിൻ ഭയങ്കര പ്രശ്നമാണ്, ബാക്കി നല്ല കാറിന്റെ ഇന്റീരിയർ എല്ലാം സൂപ്പർ ആണ് ആക്ച്വലി, പക്ഷെ ഓടൂല. ഓടൂലെങ്കിൽ പിന്നെ അല്ലെ പറ്റുമോ അല്ലെ, ഓർത്ത് നോക്കാം. ആ എഞ്ചിൻ ഒരു കംപ്ലൈന്റ് വന്നാൽ പറ്റില്ല. അതുപോലെ ഈ മോഡലിന്റെ മെയിൻ കോർ പ്രിൻസിപ്പിളിൽ എറർ വരാണ്. ആ എറർ കൊണ്ടുവന്നത് 2 സയന്റിസ്റ്റ് ആണ് ആക്ച്വലി വരുന്നത്. ആ സയന്റിസ്റ്റിന്റെ പേരാണ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കൊണ്ടുവന്ന പ്രിൻസിപ്പിൾ ആണ്. അടുത്താണ് ഡി ബ്രോളി, ഒരു സയന്റിസ്റ്റിന്റെ പേരാ ഡി ബ്രോളി കേട്ടോ. ഡ്യുവൽ നേച്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. ഇത് രണ്ടും ഈ സയന്റിസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, ആർക്ക് ബോറിന് പറ്റിയില്ല, അവർ എക്സ്പ്ലെയിൻ ചെയ്തു. ഈ 2 റീസൺ ആണ് ഇത് കംപ്ലീറ്റ് ഫെയിലിയറിലേക്ക് എത്തുന്നത്. അപ്പൊ ആ ആൾക്കാരെ ആണ് പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ എന്തുകൊണ്ട് ബോർ അല്ലെ മാറി. ഇനി അടുത്തൊരു മോഡലാണ് ഈ ചാപ്റ്റർ എയിം എന്താ, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്ന് പറയുന്നത് എങ്ങനെ എത്തി എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് നമുക്ക് എത്തണം. അപ്പൊ ആദ്യം ബോർ കഴിഞ്ഞു, റുദർഫോർഡ് കഴിഞ്ഞു, ആദ്യം തോംസൺ, റുദർഫോർഡ്, ബോർ, ഇനി എത്തുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. അപ്പോ ഇതിന് വരുന്ന ഡിഫക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ലിമിറ്റേഷൻസ് കണ്ടു. ഇനി അടുത്ത 2 സയന്റിസ്റ്റ് എത്തുമ്പോഴാണ് ഇതിന്റെ മെയിൻ ഡ്രോബാക്സ് ഒക്കെ എന്താണെന്ന് തെളിയിക്കുന്നത്. അപ്പൊ ആ മോഡലാണ് എഴുതാൻ പോകുന്നത്. അടുത്ത ഹെഡിങ് എഴുതി വെക്കാം, ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. നെക്സ്റ്റ് ഹെഡിങ്, ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. ഓർത്ത് വെക്കാം. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം, ദ ഫ്രഞ്ച് ഫിസിസ്റ്റ് കേട്ടോ. ദ ഫ്രഞ്ച് ഫിസിസ്റ്റ്, ഫിസിക്സ് ആണ് അയാള്, PHYSICIST. ദ ഫ്രഞ്ച് ഫിസിസ്റ്റ് ഡി ബ്രോളി, DE അത് കഴിഞ്ഞൊരു സ്പേസ് BROGLIE. വൺസ് മോർ റിപ്പീറ്റ് ചെയ്യാം, DE അത് കഴിഞ്ഞൊരു സ്പേസ് BROGLIE, ബ്രോഗ്ലി കേട്ടോ. ഡി ബ്രോളി ഇക്വേഷൻ അല്ലെങ്കിൽ ഡി ബ്രോളി തിയറി ആ രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് ഇക്വേഷൻസുകൾ. അപ്പൊ അതൊന്നും ഓർത്തു വെക്കണം. ദ ഫ്രഞ്ച് ഫിസിസ്റ്റ് ഡി ബ്രോളി proposed that matter like radiation should also exhibit matter like radiation should also exhibit dual behavior. That is both particle and wave-like properties. Both particle and wave-like properties. ഇവിടെ ഒരു ഇക്വേഷൻ ആണ് ആക്ച്വലി വരുന്നത്. ഇക്വേഷൻ വരുന്നത് ലാംഡ ഈക്വൽ ടു H ഡിവൈഡഡ് ബൈ mv. ഒന്ന് ബോക്സിലേക്ക് ആക്കി വെക്കാം. ലാംഡ ഈക്വൽ ടു H ബൈ mv. ലാംഡ എന്തായിരുന്നു നേരത്തെ പറഞ്ഞത്? ലാംഡ വേവ് ലെങ്ത്. എടുത്ത് എഴുതണം കേട്ടോ, ലാംഡ വേവ് ലെങ്ത്. ലാംഡ ഈക്വൽ ടു H ബൈ mv. m മാസ്, v വെലോസിറ്റി, h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. വാല്യൂ എത്രയാ? എച്ചിന്റെ വാല്യൂ ഒക്കെ എഴുതാം. 6.626 into 10 raised to minus 34. ഓർത്ത് നോക്കാം. 6.626 into 10 raised to minus 34. എച്ചിന്റെ വാല്യൂ. ഇതിന്റെ ഡെറിവേഷൻ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ ചില സ്കൂളുകാർക്ക്
ഡെറിവേഷൻ ഒക്കെ കൊടുക്കാറുണ്ട് ആക്ച്വലി വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അത് ഡെറിവേഷൻ ഒക്കെ ക്ലിയർ ചെയ്ത് ഒന്ന് നമുക്ക് എടുത്തു പോകണം കേട്ടോ, ഓർത്ത് നോക്കാം. രാജഗിരി നിങ്ങൾക്ക് ഡെറിവേഷൻ തന്നിട്ടുണ്ട്? ഗ്രിഗോറിയൻ തന്നിട്ടുണ്ട്. വേറെ ആരെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, മോനെ ഏത് സ്കൂളാ? KV തന്നിട്ടുണ്ട്. ഓർത്ത് നോക്കാം. അപ്പോ ഡെറിവേഷൻ ടെക്സ്റ്റ് ബുക്കിലില്ല. അപ്പൊ ഒരു സ്ക്രോഡിഞ്ചർ അതിന്റെ ഒന്നും ഡെറിവേഷൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പണ്ടുണ്ടായിരുന്നു, എടുത്തു കളഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി ചില സ്കൂളുകളിൽ ഒരു പ്രിന്റ് നോട്ടൊക്കെ പണ്ടത്തെ ആണ് ആക്ച്വലി, പക്ഷെ അത് കൊടുക്കാറുണ്ട് ഇപ്പോഴും. അപ്പോ അതില് ഡെറിവേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതങ്ങനെ തരാറുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് എഴുതാം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇക്വേഷന് ശരിക്കും ഇപ്പോഴത്തെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി അറിയാം, ഡെറിവേഷൻ ഒന്നുമില്ല, മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആണ് ചെയ്യേണ്ടത്. പക്ഷെ ആ ഡെറിവേഷനും കൂടി ഒന്ന് ഞാൻ എഴുതി തന്നേക്കാം കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചു. ഭയങ്കര ഈസിയാണ് കേട്ടോ പഠിക്കാനായിട്ട് ഇതിന്റെ ഡെറിവേഷൻ, അതുകൊണ്ടാണ് എഴുതുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം. E = mc². ഈ ഇക്വേഷൻ കേട്ടോ? ഇതാരുടെ ഇക്വേഷൻ? അറിയില്ലെങ്കിൽ ഇപ്പൊ ശരിയായി കളയും കേട്ടോ. ഐൻസ്റ്റീൻ ഇവിടെ തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ആളിരിപ്പുണ്ട്, ഐൻസ്റ്റീൻ കേട്ടോ. ഐൻസ്റ്റീന്റെ ഫോട്ടോ ആണ് നമ്മൾ എല്ലാത്തിലും വെച്ചേക്കണേ, കണ്ടല്ലേ? ഓർത്ത് നോക്കാം. E = mc² കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് ഏറ്റവും ഫേമസ് ഇക്വേഷൻ ആണ്. ഇതുകൊണ്ടാണ് ഈ സയന്റിസ്റ്റ് ഏറ്റവും വേൾഡിലെ ഏറ്റവും എന്താണ് ആക്ച്വലി ടോപ്പ് ആയിട്ട് ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നു. ഇയാളാണ്, ഈ സയന്റിസ്റ്റ് ആണ് ഇപ്പോഴും, ഐൻസ്റ്റീൻ ആണ് ടോപ്പ്. അതിന്റെ റീസൺ ഇതാണ്, ഈ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ കാണുന്ന പോലെയല്ല, തന്റെ മാസ് ഉണ്ട്, അത് കംപ്ലീറ്റ് എനർജി ആയാൽ ഇത്രയായിരിക്കും എന്ന് പറയാൻ പറ്റി. ഐഡിയ മനസ്സിലായി? സി സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. പക്ഷെ അത് അത്രയും ഇമാജിനേഷൻ ചെയ്ത് എക്സ്പെരിമെന്റ് ഇല്ലാത്തൊരു തോട്ടില് പറയുന്നു. അത്രയ്ക്ക് കാൽക്കുലേഷൻ ആണ് ആക്ച്വലി വരുന്നത്. അപ്പോൾ വലിയൊരു സംഭവമാണത്. അപ്പോൾ ഓർത്ത് നോക്കുക, സി സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് ഇങ്ങനെ വരുന്നു. ഈക്വൽ ടു, ഇനി നമ്മുടെ കഥയിലേക്ക് വരാം. ഈക്വൽ ടു h nu. ഇതാരുടെ ഇക്വേഷനാ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അല്ലെ, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. B = mc² ഐൻസ്റ്റീൻ ആണ്. ഈക്വൽ ടു h nu പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. കണ്ടോ, ഓർത്ത് നോക്കാം. ഇത് രണ്ട് ഇ അല്ലേ, ഇവ രണ്ട് ഇക്വേറ്റ് ചെയ്തുകൂടെ എനിക്ക്? അപ്പൊ h nu = mc². അങ്ങനെ ചെയ്യാണ്. h nu = mc². h nu = mc². അങ്ങനെയാണെങ്കിൽ h × c/λ = എന്ത് വരും? mc. ശരിയല്ലേ? mc². ഇനി ഈ സിയും ഈ ഇതും തമ്മിൽ കട്ടായാൽ എന്ത് വരും? h/λ = mc. then λ = എന്ത് വരും? λ പ്രത്യേകം ഉണ്ടായ mc പ്രത്യേകം വരില്ല. അപ്പൊ h/mc. സി എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഓർ വെലോസിറ്റി ആണ്. അത് തന്നെയാണ് ഇത്. കണ്ടോ, ഓർത്ത് നോക്കാം. സി എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഓർ വെലോസിറ്റി. ഐഡിയ മനസ്സിലായോ? അങ്ങനെയാണ് ഇക്വേഷനിൽ വരുന്നത്. therefore λ = h/mv. കേട്ടോ, mv ഓർ mc രണ്ടും റൈറ്റ് ആയിട്ട്. അതാണ് ഡെറിവേഷൻ. ഒന്ന് എടുത്ത് എഴുതിയ കേട്ടോ. ഇത് ഇങ്ങനെയൊക്കെ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, കുഴപ്പമില്ല. കൺസിഡർ ഇക്വേഷൻ 1 and 2 കേട്ടോ, ഓർത്ത് നോക്കാം. mc². ഏതാ അത്? ഐൻസ്റ്റീൻ. ഏതാ? ഈക്വൽ ടു mc². ഇക്വേഷൻ ഓഫ് എനർജി കേട്ടോ, ഓർത്ത് നോക്കാം. ഇക്വേഷൻ ഓഫ് എനർജി എന്ന് എഴുതാം. ഈക്വൽ ടു h nu. എനർജിയുടെ ഇക്വേഷൻ അതിനെ പറയാം കേട്ടോ. h nu എന്ന് പറയുമ്പോൾ എന്താ? ക്വാണ്ടം, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി കേട്ടോ, ഓർത്ത് നോക്കാം. എന്നിട്ട് ഇത് രണ്ട് കൺസിഡർ ചെയ്യാം. ദെൻ ഇതിലേക്ക് എത്താം. ഇനി അടുത്തത് നമുക്ക് വരുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന തിയറിയാണ്. ആരാണ്? ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. എന്തായിരുന്നു നെക്സ്റ്റ് വരുന്നത്? ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി കേട്ടോ, ഓർത്ത് നോക്കാം. ആരും പോകരുത് കേട്ടോ, ഓൺലൈനിലും ആരും പോകരുത്. നമ്മൾ പഠിച്ച കാര്യങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് മാത്രം നിങ്ങൾ കൊണ്ട് പറയിപ്പിക്കുന്നുള്ളൂ. കുഴപ്പമില്ലല്ലോ കേട്ടോ, ഓർത്ത് നോക്കാം. ഇന്ന് നമ്മൾ ആദ്യം മെയിൻ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയത് എന്ത് തന്നെയായിരുന്നു? ആക്ച്വലി ബോർ പോസ്റ്റേഷൻസ് ആണ് ആക്ച്വലി എഴുതുന്നത് അല്ലെ. അതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് ബോറിന്റെ പോസ്റ്റേഷൻസ് എഴുതി. അതിൽ ഫസ്റ്റ് പോസ്റ്റേഷൻ ഇപ്പൊ പറയിപ്പിക്കണ്ട, ഏകദേശം ഒന്ന് വീട്ടിൽ നോക്കി വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ എനിക്ക് En കിട്ടണം, എനർജി ഓഫ് nth ഓർബിറ്റൽ. En = -2.18 × 10⁻⁻18. പിന്നെന്തായിരുന്നു? n²/z ആണോ? അല്ല കേട്ടോ, z²/n². കേട്ടോ, ഓർത്ത് നോക്കാം. മറ്റേതാണ് എന്ത് വരുന്നത്? നേരെ തിരിച്ചു വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങോട്ട് മാറിപ്പോകരുത്. ദെൻ റേഡിയസ് ഓഫ് nth ഓർബിറ്റൽ എന്തായിരിക്കും?
52.9 അവിടെയാണ് എന്ത് വരുന്നത്? n സ്ക്വയർ ബൈ z വരും. ഉണ്ടോ? അവിടെ n സ്ക്വയർ ബൈ z. മറ്റേതിൽ എന്തായിരുന്നു? z സ്ക്വയർ ബൈ n സ്ക്വയർ. കേട്ടോ, അങ്ങോട്ട് തിരിയും കേട്ടോ. ഓക്കെ, അങ്ങനെയൊക്കെ ഓർത്ത് നോക്കാം. ആ രണ്ട് ഇക്വേഷൻ. പിന്നെ എം വി ആറിന്റെ ഇക്വേഷൻ. എം വി ആർ ഈക്വൽ ടു n into h by 2 pi. എം വി ആർ ഈസ് ഈക്വൽ ടു n into h by 2 pi. കേട്ടോ, ഓർത്ത് നോക്കാം. ഈ മൂന്ന് ഇക്വേഷൻസ് ഇപ്പൊ പഠിക്കണം. കേട്ടോ, ഓർത്ത് നോക്കാം. പിന്നെ എന്തായിരുന്നു? പിന്നെ ലാംഡ ഈക്വൽ ടു h by mv. ലാംഡ ഈക്വൽ ടു h by mv ഇതേ ഇക്വേഷൻ, ഡി ബ്രോഗ്ലി ഇക്വേഷൻ. ലാംഡ ഈക്വൽ ടു h by mv. അപ്പൊ 4 ഇക്വേഷൻസ് ആണ് ഓൺലൈനിൽ ദേവിക പറയാന്ന് പറയുന്നു. ക്രിസ് അങ്ങനെ അവരെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു മിനിറ്റ് കേട്ടോ, ഓർത്ത് നോക്കാം. ഇവരും രണ്ടുപേരും അല്ലെ, ഓർത്ത് നോക്കാം. അതാ ആരാ പറയുന്നു? വേഗം നോക്കാം. 4 ഇക്വേഷൻസ് അർജുൻ ഇവരൊക്കെ പറയാനായിട്ട് റെഡി ആയിക്കാണ് അല്ലെ. ക്രിസ് വേഗം സ്റ്റാർട്ട് ചെയ്തോ മോനെ. ഇത് ക്രിസ് ആണ് നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നേ കേട്ടോ, ഓർത്ത് നോക്കാം. ആ ഇക്വേഷൻസ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഓർത്ത് നോക്കാം. ഇവിടെ ഉണ്ടരുത് പറഞ്ഞു മോനെ. റൈറ്റാ. കണ്ടിന്യൂ കേട്ടോ. ആർ എൻ ഈസിക്കലു നെക്സ്റ്റ് ലാംഡ ഈക്വൽ ടു ലാംഡ. പിന്നെ എം വി ആർ ഈസ് ഈക്വൽ ടു n into h by 2 pi. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഓൺലൈനിൽ ഇരിക്കുന്ന ടീമും ഈ ടീമുമായിട്ടാണ് മത്സരം കേട്ടോ, അല്ലെങ്കിൽ തോറ്റു പോകും കേട്ടോ, ഓർത്ത് നോക്കാം. അടുത്ത ഒരാള് ഓൺലൈനിൽ പറഞ്ഞാൽ നിങ്ങൾ ഫെയിലിയർ ആവും പോകും കേട്ടോ, ഓർത്ത് നോക്കാം. പറ ആരാ പറയുന്നത് കേട്ടോ. അതെ, അവിടെ റെഡി ആയി കണ്ടോ, ഓർത്ത് നോക്കാം. കണ്ടോ, ഓർത്ത് നോക്കാം. നിങ്ങള് ബോയ്സിന് ഒരു കോൺട്രഡിക്ഷൻ ആയിട്ട് ഒരു ഗേൾ ഉണ്ടോ റിപ്പീറ്റ് ചെയ്ത് ചാലഞ്ച് ആയിട്ട് എടുത്തേക്കാണ്. വേഗം പറഞ്ഞു. ശരിയാ. 52.9 n square by z. Okay, right. Okay. ഉണ്ടോ, ഓർത്ത് നോക്കാം. അയാൾ ഹൈലി പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് ആദ്യം നെഗറ്റീവ് പറയാൻ കേട്ടോ. -2.18 ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഭയങ്കര പോസിറ്റീവ് ആണ്, അപ്പൊ അതുകൊണ്ടാണ് പറയാത്തത്. ദെൻ ഓൺലൈനിൽ വേഗം പറയാം കേട്ടോ, ഓർത്ത് നോക്കാം. ദേവിക ദേ ഇവിടെ ഉണ്ടോ, ഒരാൾ പറഞ്ഞു. അപ്പൊ കേട്ടോ ചലഞ്ചായിട്ട് വേഗം ദേവിക പറഞ്ഞു കേട്ടോ. ഓക്കെ, n square by z കേട്ടോ, ഓർത്ത് നോക്കാം. then MVR is equal to h by 2 pi. ഓക്കെ, ഗുഡ് കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ഈ ഒരു റോയിൽ പറഞ്ഞാണ് നിങ്ങൾ ആരാണ് പറയണത്? ആരാണ്? ഓർത്ത് നോക്കാം. കൈ ഉയർത്തി. ഗുഡ് കേട്ടോ, ഓർത്ത് നോക്കാം. കൈയൊക്കെ ചലഞ്ച്. നെക്സ്റ്റ് റേഡിയസ് ഓഫ് ഓർബിറ്റ്. n square by z. Then next MVR equal to h by 2 pi. n into h by 2 pi. അടുത്ത lambda equal to h by m. h by m. Then ഓൺലൈനിൽ ഇരിക്കുന്ന കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി നെക്സ്റ്റ് അമൽ. അമൽ മോനെ പറഞ്ഞു. അർജുൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അമൽ പറഞ്ഞു. ഓക്കെ, n equal to minus 2.18 into 10 raised to minus 18 into z square by x square. Lambda equal to h by mv. R equal to 52.9 into x square z square. LBR equal to n into h by 2 pi. ലാംഡ equal to ലാംഡ. Lambda equal to h by m. ഓക്കെ, ദെൻ അർജുൻ ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ ആക്ച്വലി
ലാംഡ ഈക്വൽ ടു ഡി ബ്രോഗ്ലി ഇക്വേഷൻ ലാംഡ ഈക്വൽ ടു h by mv. ഓക്കെ ദെൻ ഇവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും ക്രോസ് ചെയ്തിട്ട് ചോദിച്ചിട്ടില്ലല്ലോ ഇ എൻ ഈസ് ഈക്വൽ ടു എനർജി ഓഫ് nth ഓർബിറ്റൽ ഇ എൻ ഈസ് ഈക്വൽ ടു minus minus 2.18 into 10 raised to minus 18 z square by n square. ഓക്കെ ദെൻ നെക്സ്റ്റ് ചോദിച്ചില്ല ആർ എൻ റേഡിയസ് ഓഫ് nth ഓർബിറ്റൽ 2.9 into n square by z പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ ഓർത്ത് നോക്കാം ദെൻ ലാംഡ ഈക്വൽ ടു by എഫ് ബി ദെൻ നെക്സ്റ്റ് ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരിൽ അർജുൻ പറഞ്ഞു പ്രജീഷ അല്ലെ ആ പ്രൊഫൈലിൽ എത്തുന്ന ചിലപ്പോ വേറെ ഇതായിരിക്കും ആർ എൻ റേഡിയസ് ഓഫ് nth ഓർബിറ്റൽ ആർ എൻ പറഞ്ഞു ഓക്കെ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും കേട്ടോ ഓർത്ത് നോക്കാം അപ്പൊ അതിന്റെ ചെയ്യാം പോരുത് കേട്ടോ ഒരു മിനിറ്റ് നിങ്ങൾക്കൊരു ബുക്ക് തന്നു അല്ലേ ഓർത്ത് നോക്കാം ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന് കളക്ട് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഓർത്ത് നോക്കാം ഇവര് ഈ ബുക്ക് ഇന്ന് കിട്ടിയ വഴി തന്നെ ഭയങ്കര ഹാപ്പിയാണ് മുഖത്ത് അല്ലേ സന്തോഷമല്ലേ ഓർത്ത് നോക്കാം അപ്പോ നിങ്ങള് എത്ര ക്വസ്റ്റ്യൻ പഠിക്കണം 20 വേണോ 30 വേണോ 20. കണ്ടോ 20 അപ്പൊ കണ്ടോ 20 ക്വസ്റ്റ്യൻ മിനിമം പഠിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ 20 ക്വസ്റ്റ്യൻ കേട്ടോ നിങ്ങൾ പറഞ്ഞിട്ടാണോ ഓർത്ത് നോക്കാം ഓക്കെ ദെൻ 20 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് അതിൽ ടിക്ക് ചെയ്യണം കേട്ടോ ഓർത്ത് നോക്കാം അല്ല ഫസ്റ്റ് 20 അങ്ങനെ പഠിച്ചു പോവാം കേട്ടോ ഓർത്ത് നോക്കാം ഫസ്റ്റ് 20 വായിച്ച് ക്ലിയർ ചെയ്ത് ടിക്ക് ചെയ്യാം ഇൻ കേസ് ഇപ്പൊ അയാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് കാരണം എന്താന്ന് പറഞ്ഞു സ്കൂളിൽ എടുക്കാത്തൊരു പോർഷനും ബാക്കി കാര്യങ്ങളും ആണെങ്കിൽ ഏതെങ്കിലും 20 മതി മനസ്സിലായി ഉണ്ടോ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാമെന്നാ പറയുന്നത് ഗുഡ് കേട്ടോ ഓർത്ത് നോക്കാം ഫുള്ള് പഠിക്കണം ചോദിക്കുമ്പോ അത് ഫുൾ ആയിട്ട് കിട്ടണം അതിന്റെ എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയിരിക്കണം ഇത് മൾട്ടിപ്പിൾ ചോയ്സ് അല്ലേ ഓർത്ത് നോക്കാം അപ്പൊ മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കുമ്പോൾ എനിക്ക് എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യാം കിട്ടാത്തതാണെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചു കേട്ടോ ഓർത്ത് നോക്കാം അപ്പൊ 20 ക്വസ്റ്റ്യൻ നിങ്ങൾ ടിക്ക് ചെയ്യുക കിട്ടാത്തതാണെങ്കിൽ ഇൻഡു ഒക്കെ ചെയ്ത് വെക്കണം കേട്ടോ ഓർത്ത് നോക്കാം അങ്ങനെ ചെയ്യണം കേട്ടോ ഓർത്ത് നോക്കാം അത് ചെയ്തില്ലെങ്കിൽ ഇമ്പോസിഷൻ പതുക്കിന് തരും കേട്ടോ ഓക്കെ അല്ലേ അത് ചെയ്യാലോ എത്ര വേണം 5 വേണോ 10 വേണോ ഇമ്പോസിഷൻ 5 വേണോ 10 വേണോ അയാൾ പറയട്ടെ കണ്ടോ ഓർത്ത് നോക്കാം ഒന്നും വേണ്ടെന്ന് പറഞ്ഞു വേണ്ടി തന്നില്ല കേട്ടോ ഓർത്ത് നോക്കാം ദെൻ കേട്ടോ ഓക്കെ അപ്പൊ ഇമ്പോസിഷൻ തരില്ല പക്ഷെ പഠിച്ചിട്ട് വേണം കേട്ടോ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇമ്പോസിഷൻ തരും എനിക്ക് ഇഷ്ടമുള്ളത് തരും കേട്ടോ ഓർത്ത് നോക്കാം അപ്പൊ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ ഇവിടെ വന്നു പോകുന്ന ആൾക്കാരായിരിക്കും ബുക്ക് കളക്ട് ചെയ്യണം പതുക്കെ നമ്മൾ അതിന്റെ റിവിഷൻ ആയിട്ട് എടുക്കും കേട്ടോ അത് മുഴുവനും അത് പറഞ്ഞൊക്കെ നമുക്ക് നോക്കണം പക്ഷെ നിങ്ങൾ പാരലായിട്ട് ചെയ്തു പോകാൻ വേണ്ടിയിട്ടാണ് ഓക്കെ മൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പോവാം കേട്ടോ ഓക്കെ ചോദിച്ചു ഗുഡ് ചോദിച്ചു ഏതെങ്കിലും നിങ്ങൾക്ക് സ്കൂളിൽ എടുക്കുന്ന ടോപ്പിക്കോ കണ്ടന്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കണം ഷഫിൾ ചെയ്തൊക്കെ വരും കേട്ടോ കാരണം 10th അല്ല നിങ്ങൾ 11th 12th വരുമ്പോ പല സൈഡിൽ നിന്നായിരിക്കും 12th ഒക്കെ അങ്ങനെയല്ല മിഡിലിൽ നിന്നൊക്കെ ആയിരിക്കും സ്കൂളിൽ നിന്നൊക്കെ എടുക്കാൻ പോണേ അടുത്തോട്ട് അറിയാം നിങ്ങൾക്ക് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം കേട്ടോ ഓർത്തോക്കെ ആ ടോപ്പിക്സ് ഇവിടെ എടുക്കാത്താണെങ്കിലൊക്കെ ഡിസ്കഷൻ ആയിട്ട് വരണം എക്സാം ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൂടി കേട്ടോ ഇൻഫോം ചെയ്ത് കറക്റ്റ് ആയിട്ട് വരണം കേട്ടോ ഓക്കെ കഴിഞ്ഞോ എക്സാം മാർക്ക് കിട്ടിയോ ആർക്കെങ്കിലും മൈൻഡ് ചെയ്യാം കേട്ടോ ബൈ അതെ നമ്പർ ഓഫ് മോഡ്സ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ തന്നെ WB ഡിവൈഡ് ബൈ MB into 1000 by V കേട്ടോ ഓർത്ത് നോക്കാം